ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് നാം പ്രാപിക്കേണ്ടത് പ്രാപിച്ച് മുൻപോട്ട് പോകുവാനും കൃപ ധാരാളമായി നൽകിയ നല്ല കർത്താവിനെ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവെ, താളടിയായി പോകാതെ നമ്മെ പരിപാലിച്ച നല്ല കർത്താവ്, തൻ്റെ ഭുജത്തിൽ നമ്മെയും നമ്മെ കുടുംബത്തെയും പരിപാലിച്ച നല്ല കർത്താവ്, ആ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മെ നടത്തുന്ന നല്ല കർത്താവിനെ, നമ്മെ പരിപാലിക്കുന്ന നല്ല കർത്താവിനെ ഈ ഉയർപ്പിൻ്റെ ഞായറാഴ്ച പകൽക്കാലവും തൻ്റെ മാർവോട് ചേർന്നിരിക്കുവാൻ ഒരവസരം കൂടെ നൽകി തന്ന സർവശക്തനായ ദൈവത്തെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾ സ്തുതിച്ചാട്ടെ. നമുക്ക് സ്തുതിക്കുവാൻ കാരണമുണ്ട്, നമുക്ക് ആരാധിക്കുവാൻ കാരണമുണ്ട്, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമുണ്ട്, നമുക്ക് ദൈവത്തെ മുൻപിൽ സ്തുതിച്ച് ആരാധിച്ച് കർത്താവിനെ പാടി പുകഴ്ത്തുവാൻ കാരണമുണ്ട്. ആ കർത്താവിനെ കാരണമുള്ള ദൈവമക്കൾ കരങ്ങളെ തട്ടി സ്തുതിച്ചാട്ടെ. നമ്മെ നടത്തുന്ന നല്ല കർത്താവിനെ, ഇന്നയോളം നമ്മെ നടത്തിയ നല്ല കർത്താവിനെ, തകർന്നു പോകാതെ താളടിയായി തീരാതെ നമ്മെ താങ്ങിയ നല്ല കർത്താവിനെ, ബന്ധുജനങ്ങൾ നമ്മെ കൈവിട്ടപ്പോഴും, വേണ്ടപ്പെട്ടവർ മാറി നിന്നപ്പോഴും, പ്രിയപ്പെട്ടവർ നമ്മെ കാണാതിരുന്നപ്പോഴും നമ്മെ സ്നേഹിച്ച അതുല്യമായ സ്നേഹത്തിനായി നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത നല്ല കർത്താവിനെ, മഹത്വത്തിന്റെ രാജാവിനെ, കർത്താദി കർത്താവിനെ ഈ പകലിൽ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. കാരണം ആ കർത്താവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ്, എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ഇന്ന് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഈ ആലയത്തിനകത്ത് അവൻ വന്നിട്ടുണ്ട്. പ്രൈസർ ഫാമിലിക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സ്തുതിയോടെ സ്തോത്രത്തോടെ ആയിരിക്കുന്ന, പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ യേശു വന്നിട്ടുണ്ട്. അതേ, എൻ്റെ യേശു വന്നിട്ടുണ്ട്. വാഗ്ദത്തങ്ങളിൽ വാക്ക് മാറാത്തവൻ, മാറി പിന്മാറിപ്പോകാത്തവൻ, അതേ വാക്ക് പറഞ്ഞത് മാറ്റാത്തവൻ, ആ കർത്താവ് വന്നിട്ടുണ്ട്. ഈ പകലിൽ നമുക്ക് സ്തുതിക്കുവാൻ കാരണമുണ്ട്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സ്തുതിയുടെ മധ്യത്തിൽ, ഞങ്ങളുടെ സ്തോത്രത്തിന് മധ്യത്തിൽ, ഞങ്ങളുടെ ആരാധനയുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങി വന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിനായി, അങ്ങയുടെ കരുതലിനായി, ഞങ്ങൾക്ക് ഒരുക്കി തന്ന പദവിക്കായി ഒരിക്കൽ കൂടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഹോളിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഒരുമിച്ചായിരിക്കുന്ന നിങ്ങളെ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി, അതേ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, സമൃദ്ധിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അല്പസമയത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കേറെ സുപരിചിതമായ ഒരു വാക്യം വായിച്ച് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ ആ വാക്യം വായിക്കട്ടെ. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് തലകളെ വണങ്ങാം. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും തുറക്കട്ടെ, അധരങ്ങളിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, ഇന്ന് കടന്നു വന്നതുപോലെയല്ല യേശുവേ, ഞങ്ങൾ ഈ സമയം ഒരുമിച്ചായിരിക്കുന്നത് പോലെയല്ല അപ്പാ. മടങ്ങിപ്പോക്ക് അത് ശ്രേഷ്ഠകരമായൊരു അനുഭവമായി മാറട്ടെ. പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന്, ദുഷ്ടമനുഷ്യരുടെ പക്കൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് അപ്പാ, ഇന്ന് അടിയനെ അങ്ങ് ശ്രേഷ്ഠതയോടെ പരിപാലിച്ച് അയക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ. ഈ നല്ല പകലിലും അപ്പൻ്റെ മാറ്റമില്ലാത്ത വലിയ പ്രവൃത്തി നമ്മുടെ മധ്യേ ചലിക്കുവാൻ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ വചനത്തിന് മുമ്പിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. ഭക്തൻ്റെ സാക്ഷ്യമായി, ഭക്തലക്ഷങ്ങളുടെ സാക്ഷ്യമായി അങ്ങയുടെ വചനം മാറുന്നത് പോലെ ഈ നല്ല പകലിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ സാക്ഷ്യമായി മാറട്ടെ കർത്താവേ. ഇന്ന് ഞങ്ങൾ അത്ഭുതങ്ങൾ കാണട്ടെ അപ്പാ. ഒരത്ഭുതം കൊണ്ട് മാത്രമല്ലാതെ എൻ്റെ ജീവിതം മാറത്തില്ല. മാനുഷികമായതൊന്നുകൊണ്ടും എൻ്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകത്തില്ല. അങ്ങനെ തിരിച്ചറിവോടെ ആയിരിക്കുന്നവർ വിളിച്ചു പറയാം, അപ്പാ എനിക്ക് അങ്ങയുടെ അത്ഭുതം കാണണം. ഈ പകലിൽ അപ്പാ എനിക്ക് അങ്ങയുടെ അത്ഭുതം കാണണം. എനിക്ക് മാനുഷികമായൊരു പ്രവൃത്തി കണ്ടാൽ പോരാ, എനിക്ക് ദൈവികമായൊരു അത്ഭുതം ഇന്ന് കാണണം. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന സൃഷ്ടിതാവേ, എനിക്കൊരു അത്ഭുതം കാണണം.
ഓ റീധാര ഷഖാരധരെ ഷന്ധാരകന, നിന്റെ ബുദ്ധിക്ക് അതീതമായ, ശക്തിക്ക് അതീതമായ ദൈവ സാന്നിധ്യം ഈ പകലിലും ചലിക്കുന്നത് നീ ഒരു അത്ഭുതം കാണുവാൻ വേണ്ടിയാ. ആമേൻ, സ്തോത്രം. ആ മുറിക്കകത്തായിരിക്കുന്ന സഹോദരി, ഇന്ന് പകലിൽ നീ ഒരു അത്ഭുതം കാണുവാൻ പോകുക. യോശുവയ്ക്ക് വേണ്ടി സൂര്യചന്ദ്രന്മാരെ നിർത്തി യുദ്ധവിജയം നൽകിയ കർത്താവ് പ്രകൃതിയെ നിനക്ക് വേണ്ടി നിന്റെ ജയത്തിനു വേണ്ടി നിർത്തുവാൻ പോകുക. ആമേൻ, ചലിച്ചു കൊണ്ടിരിക്കുന്ന, വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളെ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് നിർത്തുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിർത്തേണ്ടതിനെ നിർത്തി നിന്നെ ജയിപ്പിക്കുന്ന ഒരു കർത്താവ്, നിർത്തേണ്ടതിനെ നിർത്തി, ചലിച്ചു കൊണ്ടിരിക്കുന്ന ചിലതിനെ, വേഗത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ നിർത്തി നിനക്കൊരു ജയം ഒരുക്കുന്ന കർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമമഹത്വത്തിനായി ഈ നല്ല സമയത്തെ പ്രയോജനപ്പെടുത്തിയാട്ടെ. അടിയനും തെല്ലും ശ്രേഷ്ഠത പറയുവാനുള്ളവനല്ല, എങ്കിലും അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ആ വാക്യം വായിക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആ രക്ഷ ഇന്ന് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന നിങ്ങൾ കാണും. ആമേൻ. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകത്തില്ല, എങ്കിലും എനിക്ക് പറയുവാൻ കാരണമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 ഈ വിധത്തിൽ പറയുന്നു: രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടല്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. പൊട്ടനല്ലാത്തൊരു ദൈവം എനിക്കും നിനക്കും ഉള്ളത് കൊണ്ട്, വികലാംഗനല്ലാത്ത ഒരു ദൈവം എനിക്കും നിനക്കും ഉള്ളത് കൊണ്ട് നീ ഇന്ന് ദൈവത്തിന്റെ രക്ഷ കാണും. ആമേൻ. ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് എന്നെ കേൾക്കുന്ന സഭയെ, എന്റെ ദൈവം നിങ്ങളെ രക്ഷിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, കണ്ണുനീരിന്റെ, നിലവിളിയുടെ, വേദനയുടെ, നിരാശയുടെ അനുഭവത്തിൽ നിന്ന് എന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അവൻ കരം നീട്ടും. ആമേൻ, സ്തോത്രം. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ രക്ഷയ്ക്കായി, നിന്റെ രക്ഷയ്ക്കായി എന്റെ യേശു കരം നീട്ടും. അതെ, നിന്റെ കണ്ണുനീരിന് അറുതി വരുവാൻ, നിന്റെ വേദനയ്ക്ക് അവസാനമാകുവാൻ, നിന്റെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കൊട്ടിയടച്ച വാതിലുകളെ, വഴികളെ തുറന്നു തരുവാൻ സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി കരം നീട്ടും. അതേ, എന്റെ ദൈവത്തിന്റെ കൈ കുറുകി പോയിട്ടില്ല. എന്റെ ദൈവത്തിന്റെ കൈ കുറുകി പോയിട്ടില്ല. നിന്റെ കണ്ണുനീർ കാണാതെ വണ്ണം, നിന്റെ നിലവിളിയുടെ ഒച്ച കേൾക്കാതെ വണ്ണം സർവശക്തനായവന്റെ ചെവി മന്ദമായിട്ടുമില്ല. അതേ, നിന്നെ ഇന്ന് എന്റെ യേശു രക്ഷിക്കും. ആ രോഗത്തിൽ നിന്ന് രോഗിയായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കേൾക്ക്, എന്റെ യേശു നിങ്ങളെ രക്ഷിക്കും. അതേ, ബാധ്യതയിലായിരിക്കുന്ന പ്രിയരെ കേൾക്ക്, ആ ബാധ്യതയിൽ നിന്ന് എന്റെ യേശു നിങ്ങളെ രക്ഷിക്കും. പലതിലും വീണ് കിടക്കുന്ന പ്രിയരെ കേൾക്ക്, നീ വീഴപ്പെട്ട സ്ഥാനത്ത് നിന്ന് എന്റെ യേശു നിന്നെ രക്ഷിക്കും. ശത്രുവിന്റെ കയ്യിൽ പെട്ടുപോയ, ഓ മനുഷ്യ, പിശാചിന്റെ പദ്ധതികൾ പിടിക്കപ്പെട്ടു പോയ നിന്നെ എന്റെ യേശു രക്ഷിക്കും. നീ ബാധിക്കപ്പെട്ട ഇടത്തു നിന്ന് എന്റെ യേശു നിന്നെ രക്ഷിക്കും. നീ തളർന്നു വീണയിടത്തു നിന്ന് എന്റെ യേശു നിന്നെ രക്ഷിക്കും. ആ തൊഴിലിടത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്ന നിന്നെ നല്ല ജോലി തന്ന് എന്റെ യേശു രക്ഷിക്കും. നിനക്ക് വേണ്ടി കർത്താവ് ചിലരെ എഴുന്നേൽപ്പിച്ച് നിന്നെ രക്ഷിക്കും. എவ்விதത്തിൽ ഒരു രക്ഷ നീ പ്രതീക്ഷിച്ചായിരിക്കുന്നുവോ, നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ളവൻ നിനക്ക് വേണ്ടി ഇന്ന് കരം നീട്ടും. ആമേൻ, ഹല്ലേലൂയ. കരം നീട്ടുവാൻ മനസ്സുള്ള, കരം നീട്ടുവാൻ ശക്തിയുള്ള കർത്താവ്. ആമേൻ. ആ കർത്താവ് വികലാംഗനാകാത്തത് കൊണ്ട്, അതേ, സ്തോത്രം, അനേക കർത്താക്കന്മാരെ നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില സീസണിൽ അവരുടെ കൈകൾക്കൊക്കെ നല്ല ശക്തി കാണും. സീസൺ കഴിയുമ്പോൾ കൈ കാണത്തില്ല, തല കാണത്തില്ല, മൂക്ക് കാണത്തില്ല, ചെവി കാണത്തില്ല. പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ അവയവങ്ങൾക്കൊന്നും സ്ഥാനഭ്രംശം വന്നിട്ടില്ല. അവൻ കരം നീട്ടും, നിന്നെ രക്ഷിക്കും. ആമേൻ, സ്തോത്രം. എന്റെ കർത്താവിന്റെ കരങ്ങൾക്ക് ദിവസം കഴിയുമ്പോൾ സ്ഥാനഭ്രംശം വരത്തില്ല. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച വരുമ്പോൾ കർത്താവിന്റെ കരത്തിന് സ്ഥാനഭ്രംശം വരത്തില്ല. തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച എത്തുമ്പോഴും കൈയും കാലും ഒടിഞ്ഞു പോകത്തില്ല. വ്യാഴാഴ്ച എത്തുമ്പോഴും വെള്ളിയാഴ്ച എത്തുമ്പോഴും കാണാതെ പോകത്തില്ല. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു, എന്നും എന്നേക്കും സർവശക്തനായ ദൈവം നിന്റെ കർത്താതി കർത്താവായി, നിന്റെ രാജാതി രാജാവായി, നിന്റെ വീണ്ടെടുപ്പുകാരനായി, നിന്റെ രക്ഷകനായി അവൻ നിനക്കൊപ്പമുണ്ട്. ഓ
താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ആ കർത്താവ് ഇന്ന് നിങ്ങളെ രക്ഷിക്കും. കാരണം നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് നിങ്ങളിൽ നിന്ന് ഉയർന്ന നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ എൻ്റെ ദൈവത്തിന് നല്ല കാതുകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് ആമേൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുണ്ടാക്കിയ കാതുകളല്ല ഉള്ളത്. എൻ്റെ ദൈവത്തിന് സിമന്റ് കൊണ്ടുണ്ടാക്കിയ കാതല്ല ഉള്ളത്. എൻ്റെ ദൈവത്തിന് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ കാതല്ല ഉള്ളത്. ആമേൻ, നിന്നെ സൃഷ്ടിച്ചവന് ആമേൻ നിന്നെ പോലെ തുറന്നൊരു ചെവിയുണ്ട്. അവൻ അത് കേട്ടിട്ടുള്ളത് കൊണ്ട് അവൻ നിന്നെ രക്ഷിക്കുവാൻ കൈനീട്ടും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയാണ് ആ വാക്യം തുടങ്ങുന്നത്. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എൻ്റെ നാമനിമിത്തം. എപ്പോഴും വിശ്വാസികളായി എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും എൻ്റേതുൾപ്പെടെ വേദന ഇതാണ്. സ്തോത്രം. ലോകത്തിൽ ആർക്കും കഷ്ടമില്ല, നമുക്ക് മാത്രം കഷ്ടം എന്നൊരു കാഴ്ചപ്പാടാണ് ലോക മനുഷ്യനെല്ലാം ഉള്ളത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു മരണ വീട്ടിൽ നമ്മൾ പോയാൽ സ്തോത്രം, ചിലപ്പോൾ നമുക്ക് പനിയായിരിക്കും, ഒരുത്തൻ മരിച്ചുപോയി. അവിടെയും നമ്മളൊരു ചോദ്യത്തെ നേരിടേണ്ടി വരും. നീ പ്രാർത്ഥിക്കുന്നവനല്ലേ, നീ പള്ളിയിൽ പോകുന്നവനല്ലേ, നീ ആരാധിക്കുന്നവനല്ലേ, പിന്നെ എന്തുകൊണ്ട് നിനക്ക് പനി വന്നു? അവിടെ ഒരുത്തൻ മരിച്ചുപോയി, അതവർ കണക്കാക്കുന്നില്ല. ആമേൻ. ലോക മനുഷ്യൻ എന്ത് സംഭവിച്ചാലും അത് അവർക്കൊരു വിഷയമല്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ചോദ്യമുയരും. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നം വന്നു? ആരാധിക്കുന്ന നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രശ്നം വന്നു? കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു? നീ എന്തുകൊണ്ട് കടക്കാരനാകുന്നു? നീ എന്തുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നു? നീ എന്തുകൊണ്ട് നിന്നെ അനുഭവിക്കുന്നു? നീ എന്തുകൊണ്ട് കഷ്ടം അനുഭവിക്കുന്നു? ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ പലരും സ്തോത്രം ചോദിക്കാറുണ്ട്. അവിശ്വാസികൾ മാത്രമല്ല, സ്തോത്രം, ഞങ്ങളെ കരുതും, മീൻസ് ആമേൻ സാമ്പത്തികമായിട്ടല്ല, വാക്കുകൊണ്ടും ആമേൻ ദൈവവചനം കൊണ്ട് ഞങ്ങളെ കരുതി ശക്തീകരിക്കുമെന്ന് കരുതുന്ന പലരും പോലും പകുതി പരിഹാസത്തോടെ പകുതി കളിയാക്കലോടെ ചോദിക്കാറുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഉപവസിക്കുന്നവരാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നു? ആമേൻ, സ്തോത്രം, ആമേൻ. ഒരു ലോക മനുഷ്യനോട് ചോദിച്ചാൽ ഞാനത് സാധാരണമായി വിട്ടുകളയും. എന്നാൽ ഇങ്ങനെയുള്ളവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും. നമ്മൾ പ്രതീക്ഷയോടെ നോക്കുന്നവർ ചോദിച്ചുവല്ലോ, ഉടനെ തന്നെ എടുത്തടിച്ചതുപോലെ മറുപടിയും കൊടുക്കും. ഇപ്പോഴും ഞാൻ പോസ്റ്റിൽ പടമായി ഇരിക്കാത്തത് കൊണ്ട് എനിക്ക് കഷ്ടതയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് കഷ്ടതയുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തെ ആരാധിച്ചാൽ മതി. ആമേൻ. കേൾക്കണമേ, നമുക്ക് കഷ്ടത മാത്രമല്ല, കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു കർത്താവുമുണ്ട്. ആമേൻ. വിശ്വാസിയായിരിക്കുന്ന ഭക്തനായിരിക്കുന്ന നിന്നെ ലോകം പകയ്ക്കും. ആമേൻ, ഹല്ലേലൂയ. ആരും പകയ്ക്കുന്നില്ല എങ്കിൽ നീ ഭക്തനാണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരാരും അഭിമുഖീകരിക്കാത്ത ചോദ്യങ്ങൾ നീ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എങ്കിൽ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും നീ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിഞ്ഞോ, ആമേൻ, നീ ഒരു ഭക്തനാണ്. ആമേൻ, സ്തോത്രം. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ സന്തോഷത്തോടെ പറയട്ടെ. നമുക്ക് ചിലപ്പോൾ അല്പം വിശ്വാസം കുറവായിരിക്കും, പക്ഷേ ലോകത്തിന് ദൈവത്തിൽ നല്ല വിശ്വാസമായി. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. ആമേൻ. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ദൈവത്തിനെ ശല്യപ്പെടുത്തത്തില്ല. ഒരു തലവേദന വന്നാൽ നമ്മൾ പാരസെറ്റമോൾ സുഖം പ്രാപിക്കും. ആമേൻ, സ്തോത്രം. ആമേൻ. നമ്മൾ അങ്ങനെ ദൈവത്തെ എല്ലാ കാര്യത്തിനും ശല്യപ്പെടുത്തത്തില്ല. പക്ഷെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ലോക മനുഷ്യർക്ക് ഭയങ്കരമായൊരു വിശ്വാസമാണ്. അവരുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഭക്തരായിരിക്കുന്നത് കൊണ്ട് വലുതാകട്ടെ ചെറുതാകട്ടെ, ഏത് കഷ്ടം, ഏത് പ്രതിസന്ധി, ഏത് വെല്ലുവിളി വന്നാലും അത് പുറത്തറിയാത്ത വിധത്തിൽ നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആമേൻ. അവരെ പോലെ നമുക്കും വിശ്വാസം വരുമ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കും. താങ്ക് യു ലോർഡ്. ആമേൻ, സ്തോത്രം. അവർക്ക് ഭയങ്കര വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മുടെ കാര്യത്തിൽ അവർ വളരെ കൺസേൺ ആയിരിക്കും. സ്തോത്രം. അവിധത്തിൽ പകയ്ക്കുന്നവരുടെ മധ്യത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, പകുതി വഴിയിൽ വെച്ച് മതിയാക്കി പോകുന്നവരല്ല. ആമേൻ. പല ചോദ്യങ്ങൾ കേട്ട്, പല ദുഷ്ട മനുഷ്യരുടെ ഉപദ്രവങ്ങൾ ഭയന്ന് ഇനി മതി, ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മതിയാക്കി പോകുന്നവരല്ല. ആമേൻ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സഹിച്ചു നിൽക്കുന്നവനെ
രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ഇറങ്ങി വരും. നീ സഹിക്കുവാൻ യേശുവിൻ നാമത്തിൽ ചില വാക്കുകളെ നീ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ചില മനുഷ്യരുടെ ദുഷ്ട മനുഷ്യരുടെ തീയമ്പുകളെ നീ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ചില അവസ്ഥകളെ നീ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, നിന്നെ ഭയപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങളെ നീ സഹിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, അത് നിന്നെ രക്ഷിക്കുവാൻ സർവശക്തനായവൻ ഇറങ്ങി വരും. അവൻ സഹിക്കുന്നവന് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹിക്കുന്നവന് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട്. ആദ്യത്തോളം സഹിച്ചു നിൽക്കുന്നവന് വേണ്ടി നീട്ടപ്പെടുന്ന ഒരു കരമുണ്ട്. ആമേൻ. വിശുദ്ധ വേദപുസ്തകം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സാക്ഷ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവന്റെ സാക്ഷ്യം നോക്കൂ. വിശ്വാസികളുടെ പിതാവായ ആബ്രഹാം 75-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. ആബ്രഹാം കേട്ട ശബ്ദം, ആബ്രഹാമേ, നിനക്ക് ബഹു സമ്പത്തുണ്ട്, നിനക്ക് പേരുള്ള ഒരു അപ്പനുണ്ട്, നിനക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്, നിനക്കെല്ലാം ഉണ്ട്, പക്ഷെ ഇല്ലാത്തതൊന്നുണ്ട്, നിന്റെ തലമുറ. ആ തലമുറയെ തരുവാൻ സർവശക്തനായ യഹോവയായ ദൈവം എനിക്ക് കഴിയും. ആമേൻ. ഹല്ലേലൂയ. കേൾക്കണമേ, ആബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ആബ്രഹാമിന്റെ ജീവിതം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നിങ്ങൾ പഠിച്ചു മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ആ വാഗ്ദത്തം നിറവേറ്റുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ മനസ്സുള്ളവനായിരുന്നു ആബ്രഹാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് നല്ലതാണ് ഒരു പരിധി വരെ. പക്ഷേ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തോളും, നമ്മൾ ചെയ്യേണ്ട. ആമേൻ. നമ്മൾ അതിനായി പ്രാർത്ഥിച്ച് ഒരുങ്ങി കാത്തിരുന്നാൽ മതി. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചെയ്യേണ്ടതുണ്ട്, നമ്മൾ കൂടെ നടക്കേണ്ടതുണ്ട്. ഒരു ദർശനം, ഒരു വാഗ്ദത്തം നമ്മൾ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളോട് സംസാരിച്ചു ിട്ടുണ്ടെങ്കിൽ, ആമേൻ. സ്തോത്രം. അത് കേട്ടവർ വിട്ടുകളയരുത്. ആമേൻ. അത് കേട്ടവർ വിട്ടുകളയരുത്. സ്തോത്രം. ആമേൻ. ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവിധത്തിൽ സന്തോഷിക്കുവാനുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. അതിലേറ്റവും വലിയ സന്തോഷമാണ്, ആമേൻ. സ്തോത്രം, ജിത്തുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആമേൻ. ജിത്തുവിനെ കുറിച്ച് കർത്താവ് അവന്റെ ഭവനത്തിൽ വെച്ച് ഞങ്ങൾക്ക് തന്ന ദർശനമാണ്. ആമേൻ. അവൻ കർത്താവിന്റെ വേല ചെയ്യും. അവന്റെ അമ്മയുടെയും അവന്റെ വലിയമ്മയുടെയും പ്രാർത്ഥന അതായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് തന്ന ദർശനമാണ്, അവൻ കർത്താവിന്റെ വേല ചെയ്യും. ആ ദൂതും പറഞ്ഞ് പൈസയും വാങ്ങിച്ച് ആഹാരവും തിന്ന് പാത്രവും അടക്കമത്തി വെച്ചിട്ട് ഞങ്ങൾ പോയില്ല. അന്നു മുതൽ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ മതിയാക്കത്തില്ല. ആമേൻ. ആ വാഗ്ദത്തം നിവർത്തിയാകുന്നത് വരെ ഞങ്ങൾ കണ്ടത്, ആമേൻ, ഞങ്ങളുടെ അകക്കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ ദർശനത്തിൽ ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ ഈ കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞങ്ങൾ പരിപാടി നിർത്തത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നീ കേട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ, അത് നിന്റെ ഉത്തരവാദിത്തമാണ്. അത് നിറവേറി അത് നീ പ്രാപിച്ചെടുക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീയാണ് കേട്ടതെങ്കിൽ, ആരെക്കുറിച്ചുമാകട്ടെ, നീയാണ് കേട്ടതെങ്കിൽ അതിനുവേണ്ടി വില കൊടുക്കേണ്ടത് നീയാണ്. നീയാണ് ആ ദർശനം കണ്ടതെങ്കിൽ അതിനുവേണ്ടി വില കൊടുക്കേണ്ടത് നീയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നീയാണ്. മറന്നു പോകരുത്. ആമേൻ. നോക്കൂ, നമ്മുടെ ടോപ്പിക് അതല്ല, വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ അബ്രഹാം ദൈവം പറഞ്ഞാൽ അതിന് മുമ്പേ പോയി അതൊക്കെ പിടിച്ചുകൊണ്ട് വരുവാൻ ശേഷിയുള്ളവനാണ്. അങ്ങനെ അബ്രഹാം ഇസ്മായേലിനെ ജനിപ്പിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ 99-ാമത്തെ വയസ്സിൽ മേമ്രയുടെ തോപ്പിൽ തലകുനിയിരിക്കുന്ന ഒരു അബ്രഹാമിനെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ആ സമയമാണ് അവസാനത്തോളം അബ്രഹാമിന്റെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഹാഗറിനെ തേടി തൊഴുത്തിലോട്ടൊന്നും പോകുന്നില്ല, അടിമക്കളത്തിലോട്ട് പോകുന്നില്ല. ഇനി അടുത്തെന്ത്? ഒന്നുമില്ല. തോപ്പിൽ അങ്ങനെ ഇരിക്കുക. ഇനി ഒന്നുമില്ല. എൻ്റെ ഓട്ടം തീർന്നു. ഞാൻ സ്തോത്രം ഞാൻ വാഗ്ദത്തത്തെ ജനിപ്പിച്ച അനുഭവം തീർന്നു. ഞാൻ യുദ്ധം ചെയ്തത് തീർന്നു. എല്ലാം തീർന്നപ്പോൾ ദൈവം അവനെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനെ രക്ഷിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നീ കേട്ട നിന്ദയെ ഗണ്യമാക്കാതെ, നീ കേൾക്കുന്ന അപമാനത്തെ ഗണ്യമാക്കാതെ, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ ഗണ്യമാക്കാതെ അവസാനത്തോളം നീ സഹിച്ചു നിൽക്കുമെങ്കിൽ നിന്റെ തല കുനിഞ്ഞ്, അതേ ആബ്രഹാമേ, നീ മേമ്മരുടെ തോപ്പിലിരിക്കുന്ന സ്ഥാനത്ത് കുഴിക്കകത്തിറങ്ങുവാൻ അനുവദിക്കാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം, അതേ ആ അബ്രഹാമിന് വേണ്ടി ഇറങ്ങി വന്ന ദൈവം ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്കൊപ്പമുണ്ട്.
നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതുന്നിടത്തു നിന്ന് നിങ്ങൾക്ക് രക്ഷ തരുവാൻ, ആമേൻ, ഹല്ലേലൂയ, അവസാനിച്ചു, തീർന്നു, എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്തു നിന്ന് നിങ്ങൾക്ക് രക്ഷ തരുവാൻ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, എപ്പോഴാണ് അവസാനം? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു 5 വർഷത്തിന് മുമ്പേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അന്ന് നിങ്ങൾ പറഞ്ഞ ഇത് തന്നെ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു. എന്നിട്ടും തീർന്നില്ലല്ലോ. അവസാനമൊക്കെ ദൈവത്തിന് നല്ലതുപോലെ അറിയാം. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ അവസാനമൊക്കെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. എപ്പോഴാണ് നമ്മൾ അവസാനിക്കുന്നത്, എപ്പോഴാണ് നമുക്ക് പറ്റാതെ വരുന്നത്, എപ്പോഴാണ് നാം തീർന്നു പോകുന്നത്, അത് നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ സമയത്ത് അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. വിഷയത്തിലേക്ക് വരട്ടെ. രക്ഷ വിശുദ്ധ വേദപുസ്തകത്തിൽ ഭൗതികവും ആത്മീയവുമായ വിടുതലുകളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദം. ആമേൻ. ഒന്നുകൂടെ പറയട്ടെ. രക്ഷ എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിൽ ആത്മീയവും ഭൗതികമായി ഭക്തൻ അനുഭവിക്കുന്ന വിടുതലുകളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന പദം. പല നിലകളിലുള്ള രക്ഷ ഭക്തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് കഴിയും. ഏതെങ്കിലും ഒരു നിലയിലുള്ള രക്ഷയല്ല, പല നിലകളിലുള്ള രക്ഷ ഭക്തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയും. രക്ഷ പല വിധത്തിൽ പല നിലകളിലുണ്ടെങ്കിലും രക്ഷിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മൾ അനുഭവിക്കേണ്ട രക്ഷ പല വിധത്തിലുണ്ട്, പക്ഷേ രക്ഷിക്കുന്നവൻ ഒരേ ഒരുവൻ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ ആ രക്ഷയെ ഒരുത്തൻ കയ്യിലെടുത്ത് വെച്ചിട്ട് പറയുകയാണ്, ദൈവമേ, നിന്റെ രക്ഷയെ ഞാൻ കണ്ടുവല്ലോ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്ന ഏക രക്ഷകൻ. ആമേൻ, ഹല്ലേലൂയ. നിനക്ക് രക്ഷയുണ്ട്. നീ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയങ്ങളിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ ഏകനായ കർത്താവായ യേശു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. ആമേൻ. നിന്റെ വിഷയം എന്താണോ, എവിടെ നിന്നാണോ നീ രക്ഷപ്പെടുവാൻ ഉള്ളത്, എവിടെ നിന്നാണോ നീ പുറത്തു വരേണ്ടത്, അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഇതിനകത്തും പുറത്തുമായിരിക്കുന്ന ഓരോ വ്യക്തികളോടുമായി ഒരു രക്ഷകൻ, അവൻ സർവശക്തനായ യേശു ക്രിസ്തു മാത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലസമ്പൂർണതയെങ്കിൽ തോട്ടത്തിലെ വാഗ്ദത്തം നിറവേറ്റുവാനായി ഈ ഭൂമിയിൽ ഭൂജാതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകൻ, മറ്റൊരു കർത്താവ് ഇല്ല. ആമേൻ, ഹല്ലേലൂയ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ദൈവങ്ങൾ ഈ ലോകത്തിലുണ്ടായിരിക്കാം. സിമന്റ് കൊണ്ടും മണ്ണ് കൊണ്ട് കളിമണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ അനേക കർത്താക്കന്മാർ ഈ ലോകത്തിലുണ്ടായിരിക്കാം. എന്നാൽ ജീവനുള്ള, നിന്റെ നിലവിളി കേൾക്കുന്ന, നിന്റെ കണ്ണുനീർ കാണുന്ന ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ഒരപ്പൻ കരുതുന്നത് പോലെ നിന്നെ കരുതുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരേ ഒരു കർത്താവേ നിനക്കുണ്ടാകുവാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് ആത്മനിറവിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് ഭൂമി സ്തോത്രം കീഴിൽ സ്തോത്രം ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം അല്ലാതെ ഏതവസ്ഥയിലും മുറുകെ പിടിക്കേണ്ടത് ഒരേ ഒരു നാമം മാത്രം, യേശു എന്ന നാമം മാത്രം. സാഹചര്യം മാറും, അവസ്ഥ മാറും, യേശുവിന്റെ നാമം മാറത്തില്ല. യേശുവെന്ന നാമം മാത്രം മുറുകെ പിടിക്കുക. ഇതിലും സന്തോഷിക്കുവാനുള്ള മറ്റൊരനുഭവം നമുക്ക് ലഭിക്കുവാനില്ല. കാരണം നമ്മൾ ആ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സന്തോഷം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നമ്മെ രക്ഷിക്കുവാൻ കഴിവുള്ള, നമ്മെ വീണ്ടെടുക്കുവാൻ മനസ്സുള്ള, ബലമുള്ള കരങ്ങളുള്ള സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. ആ വിധത്തിൽ ഭക്തന്മാർ പല നിലകളിൽ അനുഭവിച്ച രക്ഷയെക്കുറിച്ച് ചുരുക്കമായി ചിന്തിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഒന്ന്, പാപത്തിൽ നിന്നുള്ള രക്ഷ. ശ്രദ്ധിക്കണമേ, പാപത്തിൽ നിന്നുള്ള രക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷയുടെ അനുഭവം അതുതന്നെയാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആമേൻ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ആമേൻ. പാപത്തിൽ നിന്നുള്ള രക്ഷ. ശ്രദ്ധിക്കണമേ, പാപത്തിൽ നിന്നുള്ള രക്ഷ. അർത്ഥം
പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നുള്ള രക്ഷ തീർന്നില്ല, അത് നിത്യജീവന്റെ ഓഹരിക്കാരാക്കി എന്നെയും നിങ്ങളെയും മാറ്റും. ആമേൻ. പാപത്തിൽ നിന്നുള്ള രക്ഷ, മരണത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും നിത്യജീവന്റെ ഓഹരിയും നൽകി തരുന്നതാണ്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് എത്ര പണമുണ്ടെങ്കിലും, നമുക്ക് പേര്, പെരുമ, പ്രശസ്തി, ആൾബലം, അധികാരം ഇതെല്ലാം ഉണ്ടെങ്കിലും, ആമേൻ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിനൊക്കെ നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം എവിടെ വരെയാ? ആമേൻ. നമ്മുടെ പണത്തിന് നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയുന്ന സ്ഥലം, നമ്മുടെ അധികാരത്തിന്, നമ്മുടെ പേരിന്, പെരുമയ്ക്ക്, പ്രശസ്തിക്ക് നമ്മെ സ്വാധീനിക്കുവാൻ കഴിയുന്ന സ്ഥലം, നമ്മുടെ ശ്വാസം മൂക്കിൽ നിന്ന് പോയി നമ്മൾ വീഴുന്ന ആ സ്ഥലം വരെ. എത്ര പണമുണ്ടെങ്കിലും മൂക്കിൽ നിന്ന് ശ്വാസം വന്നില്ലേ, പിന്നെ ഈ പണം കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. ആമേൻ. വീടുണ്ടെങ്കിൽ പ്രയോജനമില്ല, പേരുണ്ടെങ്കിൽ പ്രയോജനമില്ല, പെരുമയുണ്ടെങ്കിൽ പ്രയോജനമില്ല, പ്രശസ്തി ഉണ്ടെങ്കിൽ പ്രയോജനമില്ല. എല്ലാം അവിടെ വെച്ച് നമ്മളിൽ നിന്ന് വിട്ടുപിരിയും. അതിനുശേഷം പണത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവുമില്ല. പണത്തിനോ പദവിക്കോ പ്രശംസയ്ക്കോ യാതൊരു സ്വാധീനവുമില്ല. എന്നാൽ കേൾക്കണമേ, ആ മരണത്തിനപ്പുറവും നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. പണത്തിന് സ്വാധീനിക്കുവാൻ കഴിയാത്തിടത്ത്, ആൾബലത്തിനും അധികാരത്തിനും പ്രൗഢിക്കും നമ്മെ സ്വാധീനിക്കുവാൻ കഴിയാത്തിടത്തും, അഥവാ മരണത്തിനപ്പുറവും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ആമേൻ. അവൻ നാം ജീവനോടിരിക്കുമ്പോഴും പ്രവർത്തിക്കും. ആമേൻ. നാം മരിച്ചു കഴിഞ്ഞാലും പ്രവർത്തിക്കും. നമ്മുടെ പണത്തിന്, നമ്മുടെ പദവിക്ക്, നമ്മുടെ അന്തസ്സിന്, നമ്മുടെ ആസ്തിക്ക്, നമ്മുടെ കഴിവുകൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്ത സ്ഥാനത്തും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു ദൈവം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ആ കർത്താവിന് നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. ആമേൻ. സ്തോത്രം. നിത്യ മരണത്തിന് ഓഹരിക്കാരായ നമ്മെ ആ നിത്യ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് കൊണ്ടുപോകുവാനായി കഴിയും. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകലും ആ പാപങ്ങളെ ഏറ്റുപറയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പാ, ഞാൻ കുറവുകളുള്ള മനുഷ്യൻ, എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് നിത്യജീവന്റെ ഓഹരിക്കാരനാക്കി എന്നെ മാറ്റണമേ. അനുതാപത്തോടെ അപ്പന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, അപ്പാ, ഞാൻ പാപിയായ മനുഷ്യൻ, എൻ്റെ ചിന്തകളിൽ പാപം വന്നുപോയി, എൻ്റെ പ്രവൃത്തികളിൽ പാപം വന്നുപോയി, ഞാൻ ജീവിച്ചതും ഞാൻ പ്രവർത്തിച്ചതും പാപത്തിന് അടിമയായിട്ടാണ്. എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. അതേ, നീ നിലവിളിക്കുമെങ്കിൽ നിന്റെ പാപത്തെ ക്ഷമിച്ച് നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. നിന്റെ പാപം എത്ര വലുതായിരുന്നാലും, വചനം പറയുന്നു, നിന്റെ പാപം രക്തക്കറ പുരണ്ട തുണി പോലെ ആയിരുന്നാലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതിനു മുമ്പ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. ആമേൻ. സ്തോത്രം. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപത്തിന്റെ കണക്കുമായി ഇനിയും എൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കുവാനായിട്ട് കഴിയും? ആമേൻ. സ്തോത്രം. ഏറ്റു പറഞ്ഞാൽ നമ്മുടെ കുറവുകളെ ക്ഷമിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച്, പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവന്, നിത്യ സന്തോഷത്തിന് ഓഹരിക്കാരാക്കി തീർക്കുന്ന ഒരു ദൈവം ഉണ്ട്. ആമേൻ. സ്തോത്രം. ശ്രദ്ധിക്കണമേ, പാപക്ഷമയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷേ ഒരു ഉണർവ്, ഒരു വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്നവർക്ക് സങ്കടം വന്നേക്കാം. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, പാപക്ഷമ നിത്യജീവന് മാത്രം ഉതകുന്ന കാര്യമല്ല. സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, പാപക്ഷമ നിത്യജീവന് മാത്രം ഉതകുന്ന ഒരു കാര്യം അല്ലേല. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ ഈ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പാപക്ഷമ രോഗസൗഖ്യത്തിന് കാരണമായി തീരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാപം ക്ഷമിക്കപ്പെടുമ്പോൾ രോഗം സൗഖ്യമാകും. ഓ, താങ്ക് യു ലോർഡ്. വിശ്വസിക്കുന്ന ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിച്ചാട്ടെ. പാപം ക്ഷമിക്കപ്പെടുമ്പോൾ, അകൃത്യം മറയ്ക്കപ്പെടുമ്പോൾ, ലംഘനം മറയ്ക്കപ്പെടുമ്പോൾ, ആമേൻ, പാപം റദ്ദു ചെയ്യപ്പെടുമ്പോൾ അവിടെ സൗഖ്യം വെളിപ്പെടും. ഇന്ന് പകലിലും പാപം ക്ഷമിച്ചു കിട്ടി സൗഖ്യം പ്രാപിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ രോഗത്തിൽ നിന്ന്, പാപമുഖാന്തരം നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ കടന്നു വന്ന ആ രോഗത്തിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും. അതേ, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ട്. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ആ രോഗം
രോഗത്തിൽ നിന്ന് കർത്താവ് രക്ഷിക്കുക. ആമേൻ. പാപമുഖാന്തരം ജീവിതത്തിൽ കടന്നു വന്ന രോഗത്തിൽ നിന്ന്, പാപമുഖാന്തരം കുടുംബത്തിൽ കടന്നു വന്ന രോഗത്തിൽ നിന്ന്, വ്യക്തികളിൽ കടന്നു വന്ന ഏറ്റുപറയുന്നവർ, പാപക്ഷമ പ്രാപിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരുപക്ഷേ ഇത് കേൾക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് സംശയം ഉണ്ടായേക്കാം, എങ്ങനെയാണ് ദൈവദാസനെ പാപം ആമേൻ രോഗത്തിന് കാരണമായി തീരുന്നത്? ആമേൻ, സ്തോത്രം. കാരണം നമ്മൾ വളർന്ന് വളർന്ന് ലോക മനുഷ്യരെ പോലെ ആയവരാണല്ലോ. ആമേൻ. നോക്ക്, പാപം ചെയ്യുന്നവരിൽ എന്തുണ്ട്? ആമേൻ, ശ്രദ്ധിക്കണമേ. പാപം ചെയ്യുന്നവരിൽ വസിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാണ് പിശാച്. ആമേൻ, സ്തോത്രം. എവിടെ നിന്നാണ് പാപം വരുന്നത്? എപ്പോഴാണ് നമ്മൾ പാപം ചെയ്യുവാൻ തുടങ്ങുന്നത്? നമ്മിൽ പിശാച് വസിക്കുവാനായി തുടങ്ങുമ്പോൾ. ആമേൻ, സ്തോത്രം. അപ്പോ പാപം ചെയ്യുന്നവനിൽ പിശാച് വസിക്കുന്നു. പിശാച് വസിക്കുന്നവൻ എങ്ങനെയായിരിക്കും? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ സംശയം വേഗത്തിൽ തീർന്നു പോകും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു വരുമ്പോൾ, പിശാച് വസിക്കുന്ന അഥവാ പിശാചിന്റെ പ്രവൃത്തിയായ പാപം ചെയ്യുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. അവിടെ ഈ വിധത്തിൽ ഒരു മനുഷ്യനെ പരിചയപ്പെടുവാൻ കഴിയും, ഭൂതം ബാധിച്ച മനുഷ്യൻ. സ്തോത്രം. നോക്കൂ, പിശാച് ഒരു വ്യക്തിയിൽ ബാധിച്ച ഉടനെ ചിലപ്പോൾ അവന് 25 വയസ്സായിരിക്കാം, അവന് 17 വയസ്സായിരിക്കാം, അവന് 30 വയസ്സായിരിക്കാം, പ്രായം അവിടെ എഴുതിയിട്ടില്ല. ഒരു യൗവനക്കാരനാണ്. ആമേൻ, സ്തോത്രം. അവന് വീട്ടുകാരുണ്ട്. അപ്പോൾ അവനൊരു യൗവനക്കാരനാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ ശ്രദ്ധിക്കണമേ. ആമേൻ, സ്തോത്രം. ആമേൻ. അവനിൽ പിശാച് ബാധിച്ചപ്പോൾ എന്താണ് ആദ്യമായി സംഭവിച്ചത്? അവന്റെ പേര് നഷ്ടപ്പെട്ടു. സ്തോത്രം. അവന്റെ മാതാപിതാക്കൾ അവന് മനോഹരമായ ഒരു പേരിട്ടു. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന അമ്മയപ്പന്മാർ ഒത്തിരി കൊതിച്ചാണ്, ഒത്തിരി ആഗ്രഹിച്ചാണ് മക്കൾക്ക് പേരിടുന്നത്. ഇന്നുള്ള അമ്മയപ്പന്മാർ അർത്ഥമൊക്കെ നോക്കിയാണ് മക്കൾക്ക് പേരിടുന്നത്. ആ അർത്ഥം നോക്കി നമ്മൾ പോയി കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടാകുന്ന, നന്മയുണ്ടാകുന്ന, അനുഗ്രഹമുണ്ടാകുന്ന, രാജാവ്, പ്രഭു, ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്ന പേരുകൾ തപ്പി തപ്പി കഷ്ടപ്പെട്ടാണ് മക്കൾക്ക് പേരുകൾ ഇടുന്നത്. എന്നാൽ ദൗർഭാഗ്യവശാൽ ഒരു മനുഷ്യന് പിശാച് ബാധിച്ച ഉടനെ അവന്റെ പേര് നഷ്ടപ്പെട്ടു. അപ്പനും അമ്മയും ആശിച്ച് കൊതിച്ച് അവന് നൽകി, അവന്റെ പേര് നഷ്ടപ്പെട്ടു. അവന്റെ ദേശത്തിൽ അവൻ അറിയപ്പെടേണ്ട പേര് നഷ്ടപ്പെട്ടു. അവന്റെ മാതാപിതാക്കളായി അവൻ തുടരേണ്ട പേര് നഷ്ടപ്പെട്ടു. പേര് നഷ്ടപ്പെട്ട ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പാപമുഖാന്തരം പേര് നഷ്ടപ്പെട്ട്, പാപമുഖാന്തരം തലകുനിക്കപ്പെട്ട്, പിശാച് വസിച്ച് പാപം ചെയ്ത് പാപമുഖാന്തരം തലകുനിച്ചായിരിക്കുന്ന നീ ഈ പകലിലും ദൈവസന്നിധിയിൽ നിന്നെ തന്നെ സമർപ്പിച്ചാൽ, ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ സമർപ്പിച്ച് അനുതാപത്തോടെ പ്രാർത്ഥിച്ചാൽ, ആമേ, നിന്നിൽ നിന്ന് ആ പിശാചിനെ പുറത്താക്കി പേരുള്ളവനാക്കി നിന്നെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നോക്കണമേ, പേര് നഷ്ടപ്പെട്ടു. പേര് നഷ്ടപ്പെട്ടിട്ട് അവിടെ എഴുതിയിരിക്കുന്നു അവൻ ഭൂതഗ്രസ്തനാണ്. ആമേൻ, സ്തോത്രം. ഭൂതഗ്രസ്തൻ. പേര് നഷ്ടപ്പെട്ടിട്ട് അവൻ ഭൂതഗ്രസ്തനായിട്ട് മാറി. ഈ വിധത്തിൽ പലരുടെയും പേരുകൾ മാറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. തല്ലുകൊള്ളി എന്ന് പേരാകും, കടക്കാരൻ എന്ന് പേരാകും, രോഗി എന്ന് പേരാകും, മദ്യപാനി എന്ന് പേരാകും, കലഹക്കാരൻ എന്ന് പേരാകും, തലതിരിഞ്ഞവനെന്ന് പേരാകും, കൊള്ളാത്തവനെന്ന് പേരാകും. ഇങ്ങനെ വായിൽ പറയുവാൻ കഴിയാത്ത പല പേരുകളും വന്നു ചേരും. എപ്പോഴാണ് ഒരു മനുഷ്യനിൽ പിശാച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, പിശാചിന്റെ പ്രവൃത്തിയായ പാപം അവൻ ചെയ്യുമ്പോൾ അവന്റെ പേര് മാറുവാനായിട്ട് തുടങ്ങും. അവന്റെ നല്ല പേര് നഷ്ടപ്പെടുവാനായിട്ട് തുടങ്ങും. തീർന്നില്ല. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ കല്ലറകളിൽ പാർത്തു. ആമേൻ. ആരാണ് പിശാച് ബാധിച്ചവൻ, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ? പിന്നെ അവന്റെ പാർപ്പ് കല്ലറകളിലായി തീർന്നു. കല്ലറകളിൽ ആരാണ്? കല്ലറകളിൽ ശവങ്ങളാണുള്ളത്. കേൾക്കണമേ, കല്ലറകളിൽ വികാരമില്ലാത്തവരാണുള്ളത്, കല്ലറകളിൽ ചിരിക്കാത്തവരാണുള്ളത്, കല്ലറകളിൽ കരയാത്തവരാണുള്ളത്, കല്ലറകളിൽ നാളെയെക്കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരാണുള്ളത്, കല്ലറകളിൽ ആർക്കും വേണ്ടി ഒന്നും കരുതുവാൻ കഴിയാത്തവരും ചെയ്യുവാൻ കഴിയാത്തവരുമാണുള്ളത്. ആമേൻ. പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. ആമേൻ. നാളെയെക്കുറിച്ച് ചിന്തയില്ല, നാളെ എന്തായിത്തീരും അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, ഒരു ശബത്തിന് എന്തെങ്കിലും ചിന്തയുണ്ടോ? ആമേൻ. പിശാച് ഒരു മനുഷ്യനെ ബാധിച്ചാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ഇതാണ്. അവന് നാളെയെക്കുറിച്ചൊരു ചിന്തയില്ല. ഹല്ലേലൂയ. നാളെ ഞാൻ ജീവിക്കുവാനുള്ളതാണെന്നൊരു ചിന്തയില്ല. ആ ഒരു ശബത്തിന് അവന്റെ ഭാര്യയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ സഹോദരങ്ങളെക്കുറിച്ചോ ഒരു ചിന്തയും കാണത്തില്ല. ആമേൻ, സ്തോത്രം. ആമേൻ. ആമേൻ. ജീവിച്ചിരിക്കുന്നവർക്കേ ചിന്ത കാണത്തുള്ളൂ, ശബത്തിന് കാണത്തില്ല. ആമേൻ. അവ്യതത്തിൽ അവനായിത്തീരുന്നു. പിശാച് ബാധിച്ചവൻ ശബത്തിനെ പോലെ ആകുന്നു. കാരണം അവൻ കല്ലറയിലാണ് പാർക്കുന്നത്. ആമേൻ. ശവം കല്ലറയിൽ ഇരിക്കുന്നത് പോലെ അവൻ വാസയോഗ്യമല്ലാത്ത സ്ഥലത്തേക്ക് എറിയപ്പെടുന്നു. പിശാച് ബാധിച്ചാൽ വാസയോഗ്യമായ ഭവനത്തിനകത്തു നിന്ന് വാസയോഗ്യമല്ലാത്ത
സ്ഥലത്തേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോകും. അവൻ തിരിച്ചറിയണമേ, സ്നേഹം കൊണ്ട് പണിയപ്പെട്ട ഭവനത്തിനകത്ത് മാതാപിതാക്കളുടെ കരുതലിൽ നിന്ന്, ഭാര്യമാരുടെ മക്കളുടെ സ്നേഹത്തിൽ നിന്ന് അകന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. പിശാച് പിടിച്ചു കഴിഞ്ഞാൽ ആമേൻ ആ സ്നേഹത്തിൽ നിൽക്കുവാൻ കഴിയത്തില്ല. പിന്നെ അവർ കല്ലറകൾ തേടി അലയുന്ന അനുഭവത്തിന് ഇടയായിത്തീരും. അത്ഭുതത്തിൽ കല്ലറകളിൽ അലയുന്നവരെ രക്ഷിക്കുവാൻ എൻ്റെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ കർത്താവ് രക്ഷിക്കും. ആമേൻ. കല്ലറകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവ് ഇന്ന് പകലിലും നമ്മുടെ മധ്യത്തിൽ ഉണ്ട്. ആമേൻ, സ്തോത്രം. നോക്കൂ, അവൻ കല്ലറകളിൽ പാർത്തു. ആമേൻ. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ എന്ത് പറയും? അവൻ വട്ടനാണ്, അവൻ മാനസിക രോഗിയാണ്. അപ്പോൾ പിശാച് ബാധിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് വരുന്ന രോഗം ഭ്രാന്താണ്. ആമേൻ, സ്തോത്രം. അവൻ എന്തുകൊണ്ടാണ് ഭ്രാന്തൻ എന്ന് പറയുന്നത്? അവൻ സാധാരണ മനുഷ്യർ ചെയ്യുന്നതൊന്നും ചെയ്യുന്നില്ല. ആമേൻ, സ്തോത്രം. അവൻ വ്യത്യസ്തനായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ വ്യത്യസ്തമായ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ഭവനത്തിനകത്ത് 4 പേരുണ്ടെങ്കിൽ 4 പേർക്കും കൊള്ളാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എപ്പോഴും നല്ലൊരു മനുഷ്യൻ. ആമേൻ, സ്തോത്രം. അവനാണ് ദൈവമുള്ളവൾ, അല്ലാതെ ദൈവം ഉള്ളവൻ, അല്ലാതെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് 3 പേരെ കരയിപ്പിച്ചുകൊണ്ട് നടക്കുന്നവന് ദൈവമൊന്നുമില്ല. അവനുള്ളത് പിശാചാണ്. ആമേൻ. അവന് കല്ലറ മാടി വിളിക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അവന് ശവപ്പറമ്പ് മാടി വിളിക്കുന്നുണ്ട്. എന്തിനാ? അവിടെ പോയി പാർക്കാമെന്നാ, ശവത്തിനൊപ്പം വസിക്കാമെന്നാ പറയുന്നത്. ആമേൻ, സ്തോത്രം. നമുക്കൊപ്പമുള്ളവരെ ചേർത്ത് നിർത്തുവാനും അവർക്കൊപ്പം സ്നേഹത്തിൽ ജീവിക്കുവാനും തയ്യാറാകുക. അപ്പോഴാണ് ആമേൻ, സ്തോത്രം, ആ ദൈവ സ്നേഹം നമ്മിൽ വസിക്കുന്നത്. 5:4 പറയുന്നു, അവൻ ബന്ധങ്ങൾക്ക് വില നൽകിയില്ല. സ്തോത്രം. അർത്ഥം, അവന്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഭാര്യയെയും മക്കളെയും സ്തോത്രം സകലരെയും വിട്ടിട്ടാണ് അവൻ കല്ലറയിൽ പാർത്തത്. ആമേൻ, സ്തോത്രം. ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനീ പറഞ്ഞു, ശവത്തിനൊരു ഫീലിംഗും ഇല്ല. ആമേൻ, സ്തോത്രം. ഒരാൾ മരിച്ചുപോയി, സ്തോത്രം. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഫീലിങ്സും ഇല്ല. പക്ഷേ പുറത്തുള്ള ജീവനുള്ള എല്ലാവർക്കും സങ്കടമാണ്. ആമേൻ. അതിനെ ഓർത്ത് ദിവസങ്ങളോളം കരഞ്ഞുകൊണ്ടിരിക്കും. ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞാലും ആ കണ്ണുനീര് അറുതി വരത്തില്ല. ആമേൻ. ഇതുപോലെയാണ് ഒരുവൻ പിശാച് ബാധിക്കുമ്പോൾ ഭവനത്തിനകത്തുള്ള ഒത്തിരി പേർ കരയുവാനായിട്ട് തുടങ്ങും. ആമേൻ. പിശാച് ബാധിച്ചവൻ അത് കാണത്തില്ല. ഈ ശവം കണ്ണില്ലാതെ അല്ലെങ്കിൽ കണ്ണടച്ച് കിടക്കുന്നത് പോലെ അവൻ കിടക്കത്തേ ഉള്ളൂ. എന്നാൽ വലിയൊരു നിലവിളി അതിന് പിന്നിലുണ്ട്. ആമേൻ, സ്തോത്രം. ആര് കണ്ടില്ലെങ്കിലും ആ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ദക്കപ്പലി ദേശത്തേക്ക് ആ മകനെ പറഞ്ഞു വിട്ട്, ഓ സ്തോത്രം, കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ മതിയായൊരു ദൈവം അന്ന് ഗദരദേശത്തിൽ കടന്നുപോയെങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, നിനക്ക് വേണ്ടി കല്ലറകളിൽ പാർക്കുന്ന ചിലതിനെ നിന്റെ ഭവനത്തിലേക്ക് മടക്കി വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം, ഭൂതം ബാധിച്ചതിനെ, പാപ പ്രവർത്തികൾ ചെയ്യുന്നതിനെ മടക്കി വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകലിലും നിനക്കൊപ്പമുണ്ട്. വിശ്വസിക്ക്, അവരെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ യേശുവിൻ നാമത്തിൽ ശ്രദ്ധിക്കണമേ. അവൻ ബന്ധങ്ങൾക്ക് വില നൽകില്ല. ഇതിനകത്തായിരിക്കുന്ന സ്തോത്രം നമ്മൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാൻ അങ്ങനെയല്ലല്ലോ, ഞാൻ ഇങ്ങനെയല്ലല്ലോ. സ്തോത്രം. അങ്ങനെ ആണോ ഇല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. വചനം പറയുന്നു, ബൈബിൾ ഒരു കണ്ണാടിയാണ്. വചനം കണ്ണാടിയാണ്. എടുത്തു വെച്ച് നോക്കുക. എല്ലാ ദിവസവും രാവിലെ നല്ലതുപോലെ കാണുവാൻ കഴിയും. ആമേൻ, സ്തോത്രം. ഞാനിപ്പോൾ വീട്ടിനകത്താണ്, അതുകൊണ്ട് നോക്കത്തില്ല എന്നൊന്നും നിർബന്ധം പിടിക്കേണ്ട. നോക്കുക, പുറത്താണെങ്കിലും നോക്കുക, അകത്താണെങ്കിലും നോക്കുക. വചനം നമ്മെ കൊള്ളാകുന്നവരാക്കി മാറ്റും. ഹല്ലേലൂയ. ആമേൻ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി കണ്ണാടിയിൽ നോക്കിയിട്ട് പുറത്തിറങ്ങുന്നവന് കണ്ണാടിയിലൊന്നും നോക്കാതെ ഇറങ്ങുന്നവനും തമ്മിലുള്ള വ്യത്യാസം മുഖത്ത് നോക്കിയാൽ മതി കാണാൻ പറ്റും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ തിരിച്ചറിയണമേ, നമ്മൾ സ്വയം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ബന്ധങ്ങൾക്ക് വിലയില്ലാതെ വരുമ്പോൾ, മറ്റുള്ളവരുടെ കരച്ചിൽ കണ്ണുനീർ കാണാൻ കഴിയാതിരിക്കുമ്പോൾ, അവർ കരഞ്ഞോട്ടെ, എന്ത് സംഭവിച്ചോട്ടെ, എനിക്ക് എൻ്റെ സന്തോഷം, ഇങ്ങനെ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, പിശാചിനാൽ നമ്മൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു, അഥവാ നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പാപം ചെയ്യുന്നവരുടെ രോഗം, ഒന്ന് മാനസികമായി അവൻ രോഗിയായിത്തീരുന്നു, അവൾ രോഗിയായിത്തീരുന്നു. 5:5 വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ തന്നെത്താൻ ചതച്ചു. ആമേൻ, സ്തോത്രം. പിശാച് എന്താണ് ചെയ്യുന്നത്? യോഹന്നാൻ സുവിശേഷം 10:10 വചനം പറയുന്നു, പിശാച് അഥവാ കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി കടന്നു വരുന്നു. അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനുമായി കടന്നു വരുന്നു. അറുക്കുക, ടു കിൽ എന്ന് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നു, അഥവാ കൊല്ലുക, കൊല്ലുക. മുടിക്കുക അഥവാ ഡിസ്ട്രോയ് എന്ന് എഴുതിയിരിക്കുന്നു, നശിപ്പിച്ചു കളയുക, നശിപ്പിച്ചു കളയുക. ആമേൻ. മോഷ്ടിക്കുക, സ്തോത്രം. നമ്മുടെ സന്തോഷങ്ങളെ മോഷ്ടിക്കുവാൻ, നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, കൊന്നു കളയുവാൻ പിശാച് അകത്തേക്ക്
കടന്നു വരുന്നു. അവൻ തന്നെത്താൻ ചതയ്ക്കുവാനായിട്ട് തുടങ്ങി. ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യൻ പിശാചിനാൽ ബാധിക്കപ്പെട്ടാൽ അവൻ അറിയാം, ആമേൻ സ്തോത്രം, അവനെ കൊല്ലുവാനായി കൊടുക്കുന്ന സാധനത്തിന്റെ തന്നെ പുറത്ത്. ഇപ്പോൾ ആമേൻ സ്തോത്രം, ഈ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന ലഹരിയാണ് പാൻപരാഗ്, ഷംപു, ഹാൻസ്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് തോന്നുന്നു, സർക്കാർ നിരോധിച്ച സാധനം. എങ്കിലും കിട്ടാൻ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ആൾ കാണുമല്ലോ. എന്നാൽ ശ്രദ്ധിക്കണമേ, അതിന്റെ പുറമൊന്ന് എടുത്തു വെച്ച് നോക്കുക. ആമേൻ, അത് ഉണ്ടാക്കി അകത്ത് നിറയ്ക്കുന്നവൻ തന്നെ അതിന്റെ പുറത്തൊരു പടവും കൂടെ വരച്ചു വെച്ചിട്ടുണ്ട്. കണ്ണുള്ള ഏത് പൊട്ടനും അത് കണ്ടാൽ അറിയാം, ഈ വിധത്തിൽ തുരന്ന് പിടിച്ച് വെളിയിൽ വരും. ആമേൻ, പിന്നെ കുത്തിക്കെട്ടി വയ്ക്കാൻ പറ്റത്തില്ല. ഇത് അറിയാമെങ്കിലും അത് പിന്നെ കുത്തിക്കയറ്റുമ്പോൾ തിരിച്ചറിയുക, പിശാച് നിന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ആ പടവും കൊണ്ട് സ്തോത്രം കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് RCCയിൽ പോകുക. RCCയിൽ പോയിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്തോത്രം അവിടെ ആ വെളിയിൽ നിന്നാൽ മതി, അകത്ത് കയറ്റി വിടത്തില്ല. വെളിയിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾ നിന്നാൽ മതി. അപ്പോൾ തന്നെ ഒരു 35 40 ഒക്കെ വയസ്സ് പ്രായം വരുന്ന സ്തോത്രം മധ്യവയസ്സിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ യൗവനക്കാരായ ആൾക്കാരെയും കൊണ്ട് സ്തോത്രം സ്ട്രെച്ചറിൽ സ്തോത്രം വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് കണ്ണുനീരോടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ അമ്മമാരും ഒക്കെ വരുന്നത് കാണുവാൻ കഴിയും. അവരുടെ മുഖത്തിന്റെ ഏകദേശം ഭാവവും മറച്ചിരിക്കും. ആമേൻ സ്തോത്രം. ഞങ്ങളിത് തുടർമാനമായി കുറേ ദിവസം കണ്ടതുകൊണ്ട് പറയുന്നതാ. മുഖത്തിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ മറച്ചിരിക്കും. ആമേൻ സ്തോത്രം. നിങ്ങൾ പതുക്കെ ആ അമ്മയുടെയോ സഹോദരിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കണം, ഞാൻ ആ മറച്ചിരിക്കുന്ന തുണിയൊന്ന് മാറ്റി കാണട്ടെ എന്ന്. ആമേൻ, അതൊന്ന് മാറ്റി നോക്കുക. എന്നിട്ട് അകത്ത് കയറി ഡോക്ടർമാരോട് ചോദിക്കുക, ഡോക്ടറെ നിങ്ങളുടെ സൂചിക്ക് ഇതിനെ കുത്തിക്കെട്ടാൻ പറ്റുന്നില്ലേ? ഡോക്ടർ പറയും പറ്റത്തില്ല, കാരണം അത് പിശാചിന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. ഒരു സൂചി കൊണ്ടും ഒരു മരുന്ന് കൊണ്ടും അത് സൗഖ്യമാകത്തില്ല. അത് കല്ലറയിൽ കൊണ്ട് തട്ടും. ആമേൻ, അത് കല്ലറയിൽ കൊണ്ട് തള്ളും. പാപത്തിന്റെ സ്തോത്രം ഫലമായ മരണം നിന്നെ കല്ലറയിൽ കൊണ്ട് തകർക്കും. ആമേൻ സ്തോത്രം. പാപം മുഖാന്തരം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന രോഗം നിന്നെ കല്ലറയിൽ തകർക്കും. ആർക്കും രക്ഷിക്കുവാൻ കഴിയത്തേയില്ല. ആമേൻ, ആർക്കും രക്ഷിക്കുവാൻ കഴിയത്തേയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണമേ. ആമേൻ സ്തോത്രം. നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു റെസിഡൻസുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റുകൾ വരാറുണ്ട്. എന്താണ് പോസ്റ്റ്? ഇന്ന ആളിന്റെ മകൻ സ്തോത്രം ഇത്ര വയസ്സുള്ള ആൾ സ്തോത്രം കരൾ വീക്കം ബാധിച്ച് ചികിത്സയിലാണ്. കരൾ കൊടുക്കുവാൻ ഭാര്യ റെഡിയായി നിൽപ്പുണ്ട്, പക്ഷേ ക്യാഷ് ഇല്ല. ആമേൻ, അവൾക്ക് ദൈവം പണ്ട് കൊടുത്ത ഒരു കരൾ മാത്രമുണ്ട്. അതുവരെ കണ്ണുനീരെല്ലാം കരഞ്ഞ് അവന് വേണ്ടി തീർത്തു. അവന്റെ കുടി കൊണ്ട് അവന്റെ കണ്ണുനീരെല്ലാം അവളുടെ കണ്ണുനീരെല്ലാം തീർന്നു. ഇനി ഒരു കരൾ മാത്രമുണ്ട്, അവൾ കൊടുക്കുവാൻ റെഡിയാണ്. പക്ഷെ അത് വച്ച് പിടിപ്പിക്കണമെങ്കിൽ ലക്ഷങ്ങൾ ആവശ്യമുണ്ട്. ആമേൻ, 60-70 ലക്ഷം വേണം, എങ്കിലും നിത്യരോഗിയാണ്. അതിനുവേണ്ടി വച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത് പിശാച് മോഷ്ടിക്കുന്നതിനെ കുറിച്ചാണ്. ആമേൻ സ്തോത്രം. നിന്റെ നല്ല ശരീരത്തെ പിശാച് മോഷ്ടിക്കും, നിന്റെ അവയവങ്ങളെ പിശാച് മോഷ്ടിക്കും, നിന്റെ സന്തോഷത്തെ പിശാച് മോഷ്ടിപ്പിക്കും. നിനക്ക് വേണ്ടി കരഞ്ഞവളെ അവയവമില്ലാത്തവരാക്കി തീർക്കും. നിനക്ക് വേണ്ടി കരയുന്നവരെ ഒന്നിന് കൊള്ളാത്തവരാക്കി തീർക്കും. ആമേൻ. എങ്ങനെയാണ് പിശാച് നമ്മെ രോഗിയാക്കി തീർക്കുന്നത്? അതേക്കുറിച്ചാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ തന്നെത്താൻ ചതയ്ക്കുകയാണ്, സ്വയം ആമേൻ ശരീരത്തെ രോഗാതുരമാക്കി തീർക്കുകയാണ്. കേൾക്കണമേ, പാപ മുഖാന്തരം എவ்விധത്തിലാണ് നമ്മിൽ രോഗം കടന്നു വരുന്നത്. ആമേൻ സ്തോത്രം. ആമേൻ. തീർന്നില്ല. പാപം ചെയ്യുന്നവർ, ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പാപം ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്നവരെ കാണുമ്പോൾ, തെറ്റ് ചെയ്യുന്നവരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരൊക്കെ തെറ്റ് ചെയ്തിട്ട് സുഖിച്ച് ജീവിക്കുകയാണെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെയൊന്നുമല്ല. തെറ്റ് ചെയ്താൽ കുറ്റബോധം ഉണ്ടാകും. ആമേൻ. ഉണ്ടാകാത്തവരുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞുതരാം. ആമേൻ സ്തോത്രം. ഒരുവിധം മനുഷ്യത്വം ഉള്ളിലുള്ള മനുഷ്യരായി ജീവിക്കുന്ന എല്ലാവർക്കും പാപം ചെയ്താൽ കുറ്റബോധം ഉണ്ടാകും. രാത്രി കിടന്ന ഉറക്കം വരത്തില്ല. ഹല്ലേലൂയ, ഞാൻ ഈ പാപം ചെയ്തു പോയല്ലോ. ആമേൻ, ഞാൻ ഇന്ന ആളിനോട് ഒരു പാപം ചെയ്തല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ കുടുംബത്തോട് പാപം ചെയ്തല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടാകും. ആമേൻ. കുറ്റബോധത്തിൻ്റെ ഫലമാണ് ഉറക്കമില്ലായ്മ. ഉറക്കമില്ലായ്മയുടെ ഫലമാണ് ഡിപ്രഷൻ. ഡിപ്രഷൻ ഉണ്ടാകും, പിന്നെ ആങ്സൈറ്റി ആവും, എല്ലാത്തിനും ആകുലത, എല്ലാത്തിനെയും പേടി, കോപം, ദേഷ്യം. പറയണ്ട, രോഗിയായല്ലോ. ആമേൻ, ഹല്ലേലൂയ. 3 രോഗങ്ങളാണ് പണ്ടൊക്കെ നിങ്ങൾ ഒരു സർക്കാർ ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താ? ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ. ഇത് 3 ടെൻഷൻ വന്നാൽ ഉണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞ് പണ്ട് ഞങ്ങളുടെ വെള്ളനാട് ആശുപത്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തൊരു രോഗം കൂടി. ഏത് രോഗമാണ്? ക്യാൻസർ. ക്യാൻസറും ജീവിതശൈലി രോഗമാണ്. ടെൻഷൻ വന്നാൽ ക്യാൻസർ വരും.
ആമേൻ. ഉറക്കമില്ലായ്മ വന്നാൽ ക്യാൻസർ വരും, സന്തോഷമില്ലായ്മ വന്നാൽ ക്യാൻസർ വരും. കാരണം ആമേൻ, പാപത്തിന്റെ ഫലമായി രോഗം ഉണ്ടാകുന്നു. ആമേൻ. അപ്പോൾ ഇനി കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. പാപം ചെയ്താൽ നിശ്ചയമായും രോഗിയായി മാറും. ആമേൻ, സ്തോത്രം. ഇപ്പോൾ കുറ്റബോധം വരാത്ത ചിലരുണ്ട്. ഞാൻ പാപം ചെയ്തു, ആരും കണ്ടില്ല, അതുകൊണ്ട് കുറ്റബോധം വരുന്നില്ല. ഒരു ദിവസം നമ്മൾ കുറ്റബോധത്തോടെ നിലവിളിക്കേണ്ട അവസ്ഥ വരും. ആമേൻ, സ്തോത്രം. നമ്മൾ ആരോടാണോ പാപം ചെയ്യുന്നത് അവർ മാത്രം നമ്മുടെ ജീവിതത്തിൽ ശേഷിക്കുമ്പോൾ നമ്മൾ അറിയാതെ നിലവിളിക്കും, ഞാൻ ഇവനോടാണല്ലോ, ഇവളോടാണല്ലോ, ഇവരോടാണല്ലോ പാപം ചെയ്തത്. ആമേൻ, സ്തോത്രം. അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ പിന്നെ സഹിക്കുവാൻ കഴിയാത്ത വേദനയാണ്, പിന്നെ സഹിക്കുവാൻ കഴിയാത്ത സങ്കടമാണ്. പല മക്കളും തമ്മിൽ അമ്മയപ്പന്മാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിനകത്ത് അടിയാ. എന്തിനെ ചൊല്ലിയെന്നറിയാമോ? കല്ലറ കെട്ടുന്നതിനെ ചൊല്ലി. മകൻ പറയും കറുത്ത കല്ലിൽ വെള്ള പുള്ളിയുള്ള കല്ലറ മാർബിൾ വെച്ച് കെട്ടണം. മോള് പറയും പറ്റത്തില്ല, പച്ച ഗ്രാനൈറ്റിൽ തിളങ്ങി നിൽക്കണം എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ. ഇത് പറഞ്ഞ് തല്ല. ആമേൻ. ഒരു 6-7 ലക്ഷം മുടക്കാൻ വേണ്ടി തർക്കം നടന്നുകൊണ്ടിരിക്കുക. ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു 1000 രൂപ കൊടുത്ത് ആ തള്ളയെ തന്തയെ ഒന്ന് സന്തോഷിപ്പിച്ചിരുന്നെങ്കിൽ എന്ത് അനുഗ്രഹമായിരിക്കും, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഉള്ള സമയത്ത് ചെയ്യത്തില്ല. എന്നിട്ട് ഇത് എന്തുകൊണ്ടാ ചെയ്യുന്നതെന്ന് അറിയാമോ? കുറ്റബോധം മറക്കാൻ വേണ്ടിയാ. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എൻ്റെ അപ്പന് വേണ്ടി ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ കല്ലറ കെട്ടി സന്തോഷിക്കുമെന്ന് മൂഢ മനുഷ്യനെന്ന് യേശു വിളിച്ചത് അവരെ കുറിച്ച്. ആമേൻ, ഹല്ലേലൂയ. ജീവനോടിരിക്കുമ്പോൾ അനുഭവിക്കേണ്ട സമയത്ത്, കൊടുക്കേണ്ട സമയത്ത് സന്തോഷവും സമാധാനവും കൊടുക്കുക. ഒപ്പമുള്ളവരെ സ്നേഹിക്കേണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ മാത്രമേ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പലപ്പോഴും എനിക്ക് റജി ബ്രദറിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. കാരണം റജി ബ്രദറിനെ കണ്ട എപ്പോഴും കുഞ്ഞുവാവ റജി ബ്രദറിന്റെ നെഞ്ചിലോട് ചേർന്നുണ്ടായിരിക്കും. ആമേൻ. ഇതുപോലൊരു ഭാഗ്യം വേറെ എന്താ ഉള്ളത്? ഇപ്പോഴേ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരു 16 വയസ്സായിട്ട് മക്കളെ വാടാ എൻ്റെ നെഞ്ചിലൊന്ന് ഇരിയെന്ന് പറഞ്ഞാൽ അവൻ നെഞ്ചിൽ തൊഴിച്ചിട്ട് പോകും. ആമേൻ. അവൻ ഇരിക്കത്തില്ല, കാരണം അവൻ്റെ പ്രായം കഴിഞ്ഞു. അവൻ നെഞ്ചോട് ചേർക്കാൻ പറ്റുന്ന സമയത്ത് ചേർക്കണം. ആമേൻ, ഹല്ലേലൂയ. സ്നേഹിക്കാനുള്ള സമയത്ത് സ്നേഹിക്കണം. ആമേൻ, സ്തോത്രം. എപ്പോഴാണോ സന്തോഷിക്കുവാനുള്ളത് ആ സമയത്ത് സന്തോഷിക്കണം. ഇത് കഴിഞ്ഞിട്ട് സന്തോഷിക്കരുത്. ഞങ്ങളുടെ വീട്ടിൽ കൗൺസിലിങ്ങിന് വേണ്ടി ഒരു കൊച്ചിനെ കൊണ്ടുവന്ന ഒരു പിതാവുണ്ട്. ആമേൻ, സ്തോത്രം. വളരെ സ്തോത്രം. തുടക്കത്തിൽ വളരെ സങ്കടവും പിന്നീട് രസകരമായിട്ട് തോന്നിയ ഒരു സംഭവമാണ്. 16 വയസ്സുണ്ട് പെങ്കൊച്ചിന്. ആമേൻ. ഈ അപ്പൻ അതിനു മുമ്പ് ഒരു 2 ആഴ്ച കൊണ്ട് എന്നെ എല്ലാ ദിവസവും രാത്രി വിളിച്ച് മോളെ കുറിച്ചുള്ള സങ്കടം പറയാം. മോക്ക് എന്നോടൊരു സ്നേഹമില്ല, അനുസരണയില്ല, ഒന്നും ഒരു ഇതുമില്ല. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, നല്ലൊരു മനുഷ്യനാ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെല്ലാം ഉള്ള ഈ നല്ല മനുഷ്യൻ ഇത് ഏത് പെണ്ണാണ്? ഇവക്ക് നല്ല അടിയുടെ കുറവാണ്, ഒരു ചൂരൽ വെട്ടി വെച്ച് 4 അടിയും കൊടുത്തു വേണം ഇവളെ വിടാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ വീട്ടിനകത്തിരിക്കും. അപ്പൊ നല്ലൊരു സുന്ദരിയായ കൊച്ചും അവളുടെ സുന്ദരനായ അപ്പനും അവളുടെ സുന്ദരിയായ മാതാവും സഹോദരനും കൂടെ കടന്നു വന്നു. ആമേ. കുറേ നേരം ഈ പെങ്കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവക്ക് സ്നേഹമല്ല, ഇവള് പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് 16 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, നല്ല ആഹാരമൊക്കെ ഉള്ള വീട്ടിലുള്ള പെങ്കൊച്ച. അവസാനം ആ പെങ്കൊച്ച് പറയുക, പാസ്റ്ററെ നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്ക്, ഞാൻ കംഫർട്ട് അല്ല. ഒരു 2 വയസ്സായ ഒരു കൊച്ചിനെ സ്നേഹിക്കുന്നത് പോലെ എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ കംഫർട്ട് അല്ല. 2 വയസ്സായ കൊച്ചിനെ സ്നേഹിക്കുന്നത് പോലെ 16 വയസ്സായ കൊച്ചിനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞ, മനുഷ്യ നിങ്ങളുടെ മോള് 16 വയസ്സായി, അവളും മോളല്ല, ഒരു യുവതിയാണ്. ആമേൻ. അവൾ കുഞ്ഞല്ല, യുവതിയാണ്. യുവതിയെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റത്തില്ല. അവൾ കംഫർട്ട് അല്ല. ആമേൻ. അപ്പോൾ പറ്റുന്ന സമയത്ത് സ്നേഹിക്കണം. ആമേൻ, സ്തോത്രം. ചെറുപ്പത്തിൽ എടുത്തുകൊണ്ട് നടക്കണം. ആമേൻ. വളർന്ന് വലുതായിട്ട് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞാൽ നടുവെട്ടും. ആമേൻ, സ്തോത്രം. എടുക്കാനൊന്നും നിൽക്കണ്ട. ആമേൻ. എടുക്കേണ്ട സമയത്ത് ഇഷ്ടം പോലെ എടുക്കണം, കൊതി തീരെ എടുക്കണം. ആമേൻ. കൊണ്ടു നടക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. ആ സമയം കഴിഞ്ഞ് പിന്നെ ചെയ്യാൻ പോകരുത്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് മാതാപിതാക്കൾ ഉള്ള സമയത്ത് സ്നേഹിക്കണം. ആമേൻ, സ്തോത്രം. മാതാപിതാക്കൾ ഉള്ള സമയത്ത് അവർക്ക് വേണ്ടി കരുതണം. അല്ലാതെ അവർ പോയി കഴിഞ്ഞിട്ട്, ആമേൻ, ഓ സ്തോത്രം, പണ്ട് എൻ്റെ അമ്മയുടെ ആഗ്രഹം ഇതായിരുന്നു, ഞാൻ ഇനി നിവർത്തിക്കുമെന്ന്. എവിടെ നിവർത്തിച്ചിട്ട് എന്ത് ചെയ്യാനാ? ഹല്ലേലൂയ. നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പനും അമ്മയും ഉള്ളപ്പം അവർക്ക് സന്തോഷം കൊടുക്കണം, മക്കളുള്ളപ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കണം, ഭാര്യ ഉള്ളപ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കണം. അവർ ചത്തുപോയതിനു ശേഷം, ഞങ്ങൾ ചെറുതിലെ താമസിച്ചിരുന്ന ചക്കിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഇത് കേട്ടാലും മറന്നു കാണും. ഞങ്ങൾ പണ്ടൊരു കല്യാണത്തിന് പോയ കാര്യമുണ്ട്. അപ്പോൾ ഒരു അപ്പൂപ്പൻ ഇരുന്ന് അമ്മച്ചിയുടെ അടുത്തിരുന്ന് ഇങ്ങനെ പെട്ടിയിൽ കൊണ്ട് കിടത്തിയിരിക്കുക, വിളിക്കുക, കണ്ണേ കരളേ നീ എന്നെ ഇട്ടിട്ട് പോലും ഇങ്ങനെ കരച്ചില്ല. അപ്പോഴാണ് പുറത്തു നിന്ന് ഈ അപ്പച്ചൻ്റെ മോള് പറയുന്നത്, മുടിഞ്ഞ കാലമാണ്, ഇന്നലെ കൂടെ ആസ്മ വന്ന് എൻ്റെ തള്ള കിടന്ന് വലിച്ചിട്ട് ആശുപത്രി കൊണ്ടുപോകുകയോ ഒരു തുള്ളി വെള്ളം കൊടുക്കുകയോ ചെയ്തില്ല, എന്നിട്ടിരുന്ന് കരയുന്ന കരച്ചിൽ കണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു തുള്ളി വെള്ളം ആ സ്ത്രീക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർ ചാവത്തില്ല. അവരെ വെള്ളം കൊടുക്കാതെ കൊന്നിട്ട് പെട്ടിയിൽ കെട്ടിപ്പിടിച്ച് കരയുക, കണ്ണേ കരളെ കപ്പലണ്ടി തോടയെന്ന്. ആമേൻ, ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ആമേൻ. നമ്മൾ ചെയ്യാനുള്ള സമയത്ത് ഒന്നും ചെയ്യത്തില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയതിനു ശേഷം പിന്നെ
സ്തോത്രം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇരട്ടിയായി തിരികെ തരുന്ന ഒരു ദൈവം ഉണ്ടല്ലോ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ എറിഞ്ഞുടയ്ക്കുന്നതിനൊന്നും എടുത്ത് നന്നാക്കി തിരക്കൊന്നുമല്ല ദൈവത്തിന്റെ ജോലി. ഹല്ലേലൂയ. നല്ലൊരു അപ്പൻ്റെ അമ്മയുടെ പ്രത്യേകത എന്താ? നിങ്ങളുടെ കുഞ്ഞിനൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, സ്തോത്രം, വളരെ ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു, അവൻ ദേഷ്യത്തിന് എടുത്തെറിഞ്ഞു. നല്ല അപ്പനും അമ്മയാണെങ്കിൽ, ഞാനാണെങ്കിൽ ഇത്ര മാത്രമേ ചെയ്യുള്ളൂ, അതിന് പൊട്ടിയില്ലെങ്കിൽ ഞാൻ അതിനെ പൊട്ടിച്ച് അവൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കും, കണ്ടാടാന്ന് പറയും. ആമേൻ. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവൻ്റെതാണ്. ആമേൻ. എൻ്റെ മകൻ്റെതാണ്. അതുപോലെയാണ് ദൈവവും. ആമേൻ. നമ്മൾ എറിഞ്ഞുടച്ചാൽ ദൈവം അതിനെ എടുത്ത് ഒട്ടിച്ച് തരുമൊന്നുമില്ല, പക്ഷെ വീണ് തകർന്നു പോയാൽ ദൈവം അതിനെ ഒട്ടിച്ചു തരും. ആമേൻ. ഹല്ലേലൂയ. വീണ് തകർന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കൈവിട്ട് പോയ ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഗദര ദേശത്തിൽ ഭൂതഗ്രസ്തനെ തേടി വന്ന് അവനെ രക്ഷിച്ച കർത്താവ് നിങ്ങളെ തേടി വരും. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. പാപ മുഖാന്തരം ജീവിതത്തിൽ കടന്നുപോയ അനുഭവത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ആമേൻ. കല്ലറകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന, സ്തോത്രം, നശിച്ചുകൊണ്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന, ബാധിക്കപ്പെട്ടായിരിക്കുന്ന ആ കല്ലറയുടെ അനുഭവത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ആരും വരാത്ത സ്ഥാനത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടി കടന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കളയുക. ആമേൻ. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു കളയുക. ആമേൻ. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ആമേൻ, സ്തോത്രം, അങ്ങേര് പ്രസംഗിക്കുന്നുണ്ട്, അങ്ങേരിക്ക് മാത്രം പാപമില്ല. ആമേൻ. എനിക്കും പാപമുണ്ട്, കാരണം എനിക്ക് മൂക്കിൽ ശ്വാസമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ശ്വാസം വെളിയിലോട്ട് വരുന്നുണ്ടോ, അകത്തോട്ട് പോകുന്നുണ്ടോ, അപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കണം, പാപമുള്ള ലോകത്തിൽ, പാപമുള്ള ശരീരം, പാപമുള്ള മനുഷ്യനായി നിങ്ങൾ ജീവിക്കുന്നു. ആ പാപത്തെ ഏറ്റുപറയണം. ഓരോ ദിവസവും കുറവുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുമെങ്കിൽ ദയ ലഭിക്കും, രക്ഷയ്ക്ക് കാരണമായി തീരും. ആമേൻ. ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവ് രക്ഷിക്കുക തന്നെ ചെയ്യും. നോക്കൂ, പാപക്ഷമ കൊണ്ടുവരുന്ന ആ രക്ഷയെക്കുറിച്ച് അതേ മർക്കോസ് തന്നെ 2-ാം അധ്യായത്തിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു പക്ഷപാത രോഗിയോട് യേശു പറയുക, ആമേൻ, നിന്റെ പാപങ്ങൾ മോചിപ്പിച്ച് തന്നിരിക്കുന്നു, സ്തോത്രം, നീ എഴുന്നേറ്റ് കിടക്ക, എടുത്ത് നടക്ക. ശ്രദ്ധിക്കണമേ, സ്തോത്രം. അവിടെ ഒരു മനുഷ്യൻ പക്ഷപാത രോഗിയാണ്, അവൻ കിടക്കയിലായി പോയി, അവൻ വീണുപോയി. പാപം നമ്മളെ വീഴ്ത്തും. ആമേൻ. ഹല്ലേലൂയ. പാപം അഭിമാനത്തോടെ നടക്കുന്നവന്റെ തല കുനിപ്പിക്കും. ഹല്ലേലൂയ. അതിന് പാപം ചെയ്യണമെന്നില്ല, പാപം ചെയ്യുന്നവർ നമുക്കൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ തല കുനിയും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ മനുഷ്യൻ കിടക്കയിലായി. ഇവന്റെ കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ല, ഇവന്റെ മേൽ പാപമുണ്ട്, ഇവൻ പാപത്തിന്റെ ഫലമായിട്ടാണ് കിടക്കുന്നതെന്ന് കൂട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. അർത്ഥം, അപ്പനെയും അമ്മയും പറ്റിക്കാം, സഹോദരങ്ങളെ പറ്റിക്കാം, ബന്ധുക്കളെ പറ്റിക്കാം, എന്നെ പോലുള്ള മണ്ടം പാസ്റ്റർമാരെ പറ്റിക്കാം, ആരെയും പറ്റിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിക്കാമെന്നാരും ചിന്തിക്കേണ്ട. ഹല്ലേലൂയ. നമ്മൾ പറ്റിക്കപ്പെടുവാൻ തയ്യാറാണ്, കാരണം ദൈവത്തെ പറ്റിക്കുവാൻ ആർക്കും കഴിയത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്. മനുഷ്യരെ എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. ആമേൻ. സ്തോത്രം. അല്പമൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് പറ്റിക്കാം, പക്ഷേ ദൈവത്തെ പറ്റിക്കുവാൻ കഴിയത്തില്ല. അവന്മാര് ആ പാവം ഇവൻ രക്ഷപ്പെടത്തെ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വെച്ചപ്പോൾ യേശു പറയുക, നിന്റെ പാവമൊക്കെ ഇതോടെ മോചിപ്പിച്ച് തന്നിരിക്കുന്നു, നീ കിടക്കയെടുത്ത് നടന്നോ, ഇനി പാപം ചെയ്യരുത്. പാപം കിടക്കയിലാക്കിയ ചിലതെ, പാപം വീഴ്ത്തിക്കളഞ്ഞ ചിലതിനെ കർത്താവ് ഇന്ന് രക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിഞ്ഞും അറിയാതെയും വീണുപോയ പാപം മുഖാന്തരം തകർന്നു പോയ ജീവിതങ്ങളെ കർത്താവ് ഇന്ന് രക്ഷിക്കും. യേശുവിൻ നാമത്തിൽ പാപം മുഖാന്തരം തകർന്നു പോയ കുടുംബങ്ങളെ കർത്താവ് ഇന്ന് രക്ഷിക്കും. പാപം മുഖാന്തരം തകർന്നു പോയ വ്യക്തിബന്ധങ്ങളെ കർത്താവ് നിരീക്ഷിക്കും. പാപമുഖാന്തരം തകർന്നു പോയ മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്ക്. പാപമുഖാന്തരം കടന്നു വന്നുപോയ കണ്ണുനീരിൽ നിന്ന്, കടന്നു വന്നുപോയ വേദനയിൽ നിന്ന്, അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപമുഖാന്തരമായി കടന്നു വന്നുപോയ തകർച്ചയിൽ നിന്ന് എന്റെ ദൈവം നിന്നെ രക്ഷിക്കും. അതേ, പാപമുഖാന്തരം നീ ഇനി ആർക്കും ബാധ്യതയായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. അനേകർക്ക് ബാധ്യതയായി തീർന്ന, മറ്റുള്ളവർക്ക് നല്ലതൊന്നും പറയുവാൻ ഇല്ലാത്തവളായി തീർന്ന, അതെ, നീ ഇനി ആർക്കും ഭാരമായി തീരുവാൻ, ഹല്ലേലൂയ, നീ ഇനി ആർക്കും ഭാരമായി തീരുവാൻ പല നഷ്ടങ്ങളുടെയും പിന്നിൽ അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന ഒരു പാപമുണ്ട്. ആമേൻ. സ്തോത്രം. ജോലി നഷ്ടപ്പെട്ട ഒത്തിരി പേർ വിളിക്കാറുണ്ട്. ജോലി നഷ്ടപ്പെട്ട ഒത്തിരി പേർ, സ്തോത്രം, സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടുന്നവരുണ്ട്. ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട്, കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെടുന്നവരുണ്ട്. ആമേൻ. സ്തോത്രം. അത് പാപമാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മെ കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ആയിരിക്കുവാൻ കഴിയാത്തത് പാപമാണ്. സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യുവാൻ കഴിയാത്തത് പാപമാണ് എന്ന് ഞാൻ
ആ ഏണിയുടെ 10ാമത്തെ കൊമ്പിലെ ഇരിക്കൂ എന്ന് വാശി പിടിക്കുന്നത് പാപമാണ്. ചിലപ്പോഴൊക്കെ താഴോട്ട് ഇറങ്ങേണ്ടി വരും. ആമേൻ, ഹല്ലേലൂയ. എങ്കിലേ കാല് തറയിൽ കുത്തുവാൻ കഴിയത്തുള്ളൂ. ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും. ആമേൻ. ചില താഴ്ചകളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് ഇനി അടുത്ത രാജ്യത്തിലേക്ക് ഊളിയിടണമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. സ്തോത്രം. അല്പനേരം താഴെ നിൽക്ക്, കർത്താവ് പിന്നെയും നിന്നെ ഉയർത്തും. ആമേൻ. ഇട്ടിട്ട് ഓടുന്നതല്ല, ഉറച്ചു നിൽക്കുന്നത് അത്രേ ദൈവത്തിന് ഹിതം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ പാപം ജീവിതത്തിൽ കടന്നു വരും. പാപത്തെ തുടർന്ന് വലിയ തകർച്ച ഉണ്ടാകും, വീണുപോകും. ആമേൻ, ഹല്ലേലൂയ. പാപത്തെ തുടർന്ന് വീഴ്ച ഉണ്ടാകും. അനേക കുടുംബങ്ങൾ, അനേക ജീവിതങ്ങൾ, അനേക വ്യക്തികൾ നശിച്ചു കൊണ്ടിരിക്കുന്നത് പാപത്തെ തുടർന്നാണ്. പാപത്തെ തുടർന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ വചനം പറയുന്നു, പാപത്തെ ക്ഷമിച്ച് ദൈവം ആ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. ആമേൻ. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് എനിക്ക് വേണം. ആമേൻ. ഞാൻ ഇനി ഇങ്ങനെ കിടക്കുവാനുള്ളവനല്ല. ഞാൻ ഇനി മറ്റുള്ളവരുടെ ദയയ്ക്കായി യാചിക്കേണ്ടവനല്ല. ഞാൻ ഇനി അവരുടെ ആശ്വാസത്തിനായി അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടവനല്ല. ആരുടെ മുമ്പിലും തല താഴ്ത്തി നിൽക്കേണ്ടവനല്ല. എനിക്കൊരു ഉദ്ധാരണം വേണം, എനിക്കൊരു എഴുന്നേൽപ്പ് വേണം, എനിക്ക് തല നിവർത്തി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്ക്, കർത്താവിനോട് നിലവിളിക്ക്. നിന്റെ പാപത്തെ ക്ഷമിച്ച് കിടക്കയിൽ നിന്ന് അവൻ നിന്നെ എഴുന്നേൽപ്പിക്കും. നീ വീണുപോയ സ്ഥാനത്ത് നിന്ന്, നീ വീണുപോയ അവസ്ഥയിൽ നിന്ന്, എവിടെയാണോ, ഏതിൽ നിന്നാണോ നീ വീണുപോയത്, ആ അവസ്ഥയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അയ്യോ പാസ്റ്റർ നല്ലതുപോലെ നിലവിളിക്കുന്നുണ്ടല്ലോ, ഞാൻ നിലവിളിച്ചാൽ ഞാൻ എഴുന്നേൽക്കും, അതുകൊണ്ടാണ് ഞാൻ നിലവിളിക്കുന്നത്. ആമേൻ, സ്തോത്രം. നിങ്ങൾക്ക് വായുണ്ടെങ്കിൽ നിലവിളിച്ചോളണം. ആമേൻ, ഹല്ലേലൂയ. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 8ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു സ്ത്രീ പാപം ചെയ്തു, ഫലമായി സ്തോത്രം 4 പാട് നിന്നവർ കല്ലെടുത്തു. ആമേൻ. ശ്രദ്ധിക്കണമേ, ഒരു സ്ത്രീ പാപം ചെയ്തു, അവൾ പാപത്തിൽ പിടിക്കപ്പെട്ടു, 4 പാട് നിന്ന ബഹുപുരുഷാരം കല്ലെടുത്തു. ആ കഥ നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ, സ്തോത്രം. ഈ കല്ലെടുത്തവന്മാരെല്ലാം പാപികളാണ്. പക്ഷേ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരുത്തിയെ കിട്ടിയപ്പോൾ എല്ലാം കൂടെ കൂട്ടം ചേർന്നു. ആമേൻ. പാപം പലരുടെയും മുമ്പിൽ നിങ്ങളെ തലകുനിപ്പിക്കും. സ്തോത്രം. ഈ പാപത്തിൽ തന്നെ നമ്മെ തുടരുമാറാക്കുന്ന ഒരു സംഭവം ഉണ്ട്. എന്തെന്നറിയാമോ? പാപം ചെയ്യുന്നവൻ പാപം ചെയ്ത് പിടിക്കപ്പെട്ടു. ഒരു പാപം ചെയ്തു പിടിക്കപ്പെട്ടു. പാപം എന്ന് പറയുമ്പോൾ കൽപ്പന ലംഘനം സ്തോത്രം. നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാതിരുന്നാൽ അതെല്ലാം പാപമാണ്. ഇത്രയും നേരം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ പാപം ചെയ്തു, മറ്റുള്ളവരെല്ലാം നിങ്ങളെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ പരിഹസിച്ചു, കളിയാക്കി. ഉടനെ പിശാച് വന്നിട്ട് നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരും. എന്താ? നിങ്ങളുടെ മുമ്പിൽ നിന്ന് കളിയാക്കുന്നവരെല്ലാം ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളെക്കാളും വലിയ പാപികളാണ് നിങ്ങളെ കല്ലെറിയാനായിട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ ഉറച്ചൊരു തീരുമാനമെടുക്കും, ഇവനെക്കാളും വലിയ പാപിയായിട്ട് തന്നെ വീണ്ടും കാര്യം. ആമേൻ, ഹല്ലേലൂയ. നീ പാപിയാവാൻ വേണ്ടി ആ പിശാച് അവനൊക്കെ പാപികളെന്ന് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. 10 പാപികളുണ്ട്, നീയും കൂടെ 11 പാപിയായെന്ന് പറഞ്ഞ് രക്ഷ ഉണ്ടാകത്തില്ല. നീ പാപത്തിൽ നിന്ന് പുറത്തു വന്നാലേ നീ രക്ഷപ്പെടത്തുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. പാപമാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ പാപിയാണോ, അവർ പാപിയാണോ, ഇവർ പാപം ചെയ്യുന്നുണ്ടോ, ഇവരെങ്ങനെയൊക്കെ പാപം ചെയ്യുന്നു, ഇതൊന്നും നീ ചിന്തിക്കണ്ട. എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്. ഏറ്റുപറയ്, കല്ലെറി കൊണ്ട് മരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എഴുന്നു നിൽക്കുന്ന കല്ലുകൾ, ഉയർത്ത കല്ലുകൾ ഇന്ന് താഴെ വിടും. ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ മനസ്സുള്ളവർ ഏറ്റുപറയ. അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയ്. ഒന്ന് നിലവിളിക്ക്. യേശുവേ, നിന്റെ ഹൃദയം തകർന്നൊരു നിലവിളിയുടെ ശബ്ദം ഇന്ന് ഉയരുമെങ്കിൽ പാപത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ എൻ്റെ യേശു ഇതിനകത്ത് ഇറങ്ങി വരും. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഒന്ന് ശബ്ദമുയർത്തി വിളിക്ക്. യേശുവേ, യേശുവേ എന്നൊന്ന് വിളിക്ക്. ഹൃദയത്തിന്റെ അകത്ത് കർത്താവിൽ നിന്ന് സ്തോത്രം ഒരു പാപക്ഷമ ആവശ്യമുണ്ടെന്ന ബോധ്യത്തോടെ വിളിക്ക്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ പ്രവൃത്തികൾ തെറ്റിപ്പോയി, ഞാൻ മറ്റുള്ളവർക്ക് ഭാരമായി, ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, ഞാൻ എൻ്റെ ശരീരത്തെ നശിപ്പിച്ചു, ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചു, ഞാൻ എൻ്റെ സന്തോഷത്തെ കവർന്നു കളഞ്ഞു, ഞാൻ എൻ്റെ സന്തോഷത്തെ നശിപ്പിച്ചു കളഞ്ഞു. ഒന്ന് നിലവിളിക്ക്. യേശുവേ എന്നൊന്ന് നിലവിളിക്ക്. ഈ പകലിലും യേശുവേ എന്നൊന്ന് നിലവിളിക്കുമെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ യേശു നിന്നെ മടക്കി വരുത്തും. ആ കല്ലുകൾ ഇന്ന് താഴെ വീഴും. നിന്നെ എറിഞ്ഞു തകർക്കുവാൻ, നിന്നെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചുറ്റും വട്ടം കൂടി നിൽക്കുന്നവർ ആ കല്ലുകളെ ഇട്ടിട്ട് മാറുവാൻ പോകുക. ആ പാപികളുടെ മധ്യത്തിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഇപ്പോൾ യേശുവിന്റെ സന്നിധിയിലാ. ഒന്ന് നിലവിളിക്ക്. സ്തോത്രം. യേശുവിൻ
യേശുവിൻ നാമത്തിൽ. എൻ്റെ യേശുവേ, എൻ്റെ പാപ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ യേശുവേ, എൻ്റെ പാപ ജീവിതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആ മുടിയനായ പുത്രൻ നിലവിളിച്ചതുപോലെ നിലവിളിക്കുക. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പാ, ഞാൻ പാപം ചെയ്തു. അപ്പാ, ഞാൻ പാപം ചെയ്തു. അപ്പാ, ഞാൻ അകന്നുപോയി. അപ്പാ, ഞാൻ ഓടിപ്പോയി. അപ്പാ, ഞാൻ നിന്നിൽ നിന്ന് മാറിപ്പോയി. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് പകലിൽ നിലവിളിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ തകർച്ചകളെ കർത്താവ് പണിയും. എവിടെ നിന്ന് നീ പുറത്താക്കപ്പെട്ടു പോ, ഏത് സന്തോഷത്തിൽ നീ അകലെയായി പോയോ, ഏത് അനുഗ്രഹത്തിൽ നീ അകലെയായി പോയോ, അവിടേക്ക് നിന്നെ തിരികെ വരുത്തുന്ന ഒരു കർത്താവ് ഈ പകലും ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ. കർത്താവ് ചിലരെ തൊടുക, മകനെ മകളെ എന്ന് വിളിച്ച് ചിലരെ ചേർത്ത് പിടിക്കുക. ഈ സ്തോത്രം ഗദരദേശമല്ല സഹോദര, ഈ ഗദരദേശമല്ല സഹോദരി, ഈ ഗദരദേശമല്ല. തെക്കപ്പൊലി ദേശം നിനക്കുണ്ട്. അവിടെ നിനക്കൊരു ഭവനമുണ്ട്. അവിടെ നിനക്ക് പ്രിയപ്പെട്ടവരുണ്ട്. അവിടെ നിനക്ക് ചാർച്ചക്കാരുണ്ട്. അവർക്കൊപ്പം ഒരു സന്തോഷമുണ്ട്. അവിടെ നിനക്ക് സുവിശേഷീകരണത്തിലുള്ള വഴിയുണ്ട്, വാതിലുണ്ട്. ആമേൻ. ഗദരദേശം നിനക്കുള്ളതല്ല. തന്നെത്താൻ ചതയ്ക്കുന്ന ദേശം നിനക്കുള്ളതല്ല. പാപം ചെയ്യുന്ന ദേശം നിനക്കുള്ളതല്ല. പാപത്തിൽ തുടരുന്ന അനുഭവം നിനക്കുള്ളതല്ല. എൻ്റെ യേശു വന്നിട്ടുണ്ട്. എൻ്റെ യേശു വന്നിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചോട്ടെ. പാപമുഖാന്തരം കടന്നു വന്ന എല്ലാ തകർച്ചകളെയും എൻ്റെ യേശു ഇന്ന് സൗഖ്യമാക്കും. ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. ഒപ്പം ഇരിക്കുന്നവരെ നോക്കാതെ, മറ്റു മനുഷ്യരിലേക്ക് നോക്കാതെ, ഞാൻ പാപിയാണ് അപ്പാ, ഞാൻ പാപിയാണ്, ഞാൻ അകന്നു പോയപ്പാ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി, എൻ്റെ അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നുപോയി, എൻ്റെ അപ്പൻ്റെ കരുതലുകളെ ഞാൻ നശിപ്പിച്ചു, എൻ്റെ അപ്പൻ്റെ കരുതലുകളെ ഞാൻ എറിഞ്ഞുടച്ചു, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു, ഞാൻ നിന്നോട് പാപം ചെയ്തു. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിലവിളിയുടെ ശബ്ദം ഉയരുമെങ്കിൽ നിനക്കപ്പൻ്റെ ഭവനത്തിൽ പിന്നെയും ഒരു വാസസ്ഥലമുണ്ട്. നിനക്കപ്പൻ്റെ ഭവനത്തിലെ സന്തോഷമുണ്ട്. നിനക്കപ്പൻ്റെ ഭവനത്തിലെ തൃപ്തിയുണ്ട്. യേശുവേ, നല്ല കർത്താവേ, ഈ നല്ല പകലിലും പാപത്തിൽ നിന്ന് രക്ഷിച്ച് പാപക്ഷമ നൽകി നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യജീവന്റെ ഓഹരിക്കാരാക്കി ഇവരെ മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. ഇവർ കടന്നു പോകുന്ന എല്ലാ തകർച്ചയുടെ അനുഭവങ്ങളും മാറട്ടെ അപ്പാ. ഇവരുടെ ശത്രുക്കളുടെ പക്കൽ നിന്ന് സ്വർഗം ഇവരെ രക്ഷിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അകത്തും പുറത്തും സൗഖ്യമാകട്ടെ കർത്താവേ. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ തകർച്ചയുടെ അനുഭവങ്ങളിൽ നിന്നും ഈ ജനം കടന്നു വരട്ടെ കർത്താവേ. പുതിയതും നല്ലതും സന്തോഷത്തോടെ കാണുവാൻ തക്കവണ്ണം സ്വർഗം ഇവർക്ക് അങ്ങ് അവസരം നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ ഈ ജനത്തിനെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. അടുത്ത ആഴ്ചയിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന നല്ല സമയം വരെയും അങ്ങയുടെ സാമീപ്യവും അങ്ങയുടെ കരുതലും ഈ ജനത്തോട് കൂടിയിരിക്കണമേ കർത്താവേ. ഇന്ന് ഹൃദയം കൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിലവിളിച്ചവർ വീണ് കിടന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റു എന്ന സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗം ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ സഭയായി പ്രൈസർ ഫാമിലിക്കൊപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.